അള്ളാഹു ജല്ല ജലാലു, അള്ളാഹുവിൻ്റെ ദാത്ത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നില്ല. പക്ഷേ അള്ളാഹു ആരാണെന്ന് അവൻ്റെ വിശേഷണങ്ങളിലൂടെ അള്ളാഹു മനസ്സിലാക്കി തന്നു. സുബ്ഹാനക യാ റബ്ബ്. ഏതൊരു കാര്യവും ഏതൊരു സൃഷ്ടിയും ഉണ്ടാക്കിയവനാരോ മാനുഫാക്ചർ ചെയ്തവരാരോ അവർ തരുന്ന മാനുവൽ അനുസരിച്ചേ അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്, വളരെ ഒബ്വിയസ് ആണ്, അവ്യക്തതയൊന്നുമില്ല, വളരെ വ്യക്തമാണ്. ഒരു ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാശാരിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, ഒരു എൻജിനീയറെ കണ്ടിട്ട് കാര്യമില്ല. അത് മാനുഫാക്ചർ ചെയ്തവരാരോ അവർ നൽകുന്ന മാനുവലാണ്. അത് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തെങ്കിലേ അത് കേടുവരാതെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. മനുഷ്യൻ ലോകത്ത് എന്തിനു വന്നു എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇതിന് ഉത്തരം നൽകുന്ന ഒരേ ഒരു വിശുദ്ധ ഗ്രന്ഥമേ ഈ ഭൂമുഖത്തുള്ളൂ, അത് വിശുദ്ധ ഖുർആനാണ്. ചിന്തകന്മാർ പലരും ചോദിക്കും, എന്തിന്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അർത്ഥം എന്താണ്? പക്ഷെ ചോദിക്കാനേ അവരെ കൊണ്ട് കഴിയുള്ളൂ, ഉത്തരം നൽകാൻ കഴിയില്ല. അവരുടേതായ വീക്ഷണങ്ങളെ പറയാൻ കഴിയൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമായി ഇന്നും നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു മിറക്കിൾ ഓഫ് മിറക്കിൾസ്, അത്ഭുതങ്ങളുടെ അത്ഭുതമായി, അൺബീറ്റബിൾ, ഒരാൾക്കും അതിന് തത്തുല്യമായത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത വിധവും അതിലെ അറിവിൻ്റെ ആഴങ്ങളുടെ അത്ഭുതം മനുഷ്യനെ കുഴക്കിക്കളയുകയാണ്. ആ ഗ്രന്ഥത്തിലാണ് നിങ്ങളെ നാം പടച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, നിങ്ങളെ പടച്ചവനാരോ ആ പടച്ചവനെ ആരാധിക്കാനാണ്. അള്ളാഹു ഖാലിഖാൻ, അൽ ഖാലിഖ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അവൻ പടച്ചവനാണ്. പടച്ചോനെ എന്ന് വിളിക്കുമ്പോഴും നമ്മൾ പടച്ചവൻ, അതാണ് അൽ ഖാലിഖ്. സ്രഷ്ടാവ്, കർത്താവ് എന്നൊക്കെ ക്രിസ്ത്യാനി സമൂഹം വിളിക്കുന്നത്. കർമ്മങ്ങൾ ചെയ്യുന്നവൻ, കാര്യങ്ങൾ ചെയ്യുന്നവൻ, സൃഷ്ടിപ്പ് നടത്തുന്നവൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് ആദ്യമായി അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും അങ്ങനെ തന്നെ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അള്ളാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ വിവരണം. ആരാണ് അള്ളാഹു, ആരാണ് നബിയെ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അവതരിപ്പിക്കുന്നവൻ ആരെന്ന് മനസ്സിലായോ? ഇഖ്റ ബിസ്മി റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കണം. ആരായി രക്ഷിതാവ്? അവൻ്റെ പേര് പറഞ്ഞു കൊടുക്കാതെ അള്ളാഹു ഒരു വിശേഷണം പറഞ്ഞു, അല്ലദീ ഖലഖ്, അവൻ സൃഷ്ടിപ്പ് നടത്തിയവനാണ്. എന്ത് പേര് വിളിച്ചാലും സ്രഷ്ടാവില്ല എന്ന് മനുഷ്യന്, ബുദ്ധിയുള്ളൊരു മനുഷ്യന് പറയാൻ കഴിയില്ല, അത് വെറുതെ ഉണ്ടായതാണ് എന്ന്. ആ സ്രഷ്ടാവാണ്, ആ പടച്ചവനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ. എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുമെന്ന് ഇൻഷാ അള്ളാഹ് സമയമുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടൂല, അതിൻ്റെ അർത്ഥം ഉത്തരം അറിയാത്തത് കൊണ്ടല്ല, ചോദ്യം ഉത്തരം അർഹിക്കാത്തത് കൊണ്ടാണ്. ഒരു വൃത്തത്തിന് എത്ര മൂലയുണ്ട് എന്ന് ചോദിച്ചാൽ, എത്ര കോണുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമല്ല. എന്നാൽ വൃത്തത്തിന് കോണുണ്ടാവില്ലല്ലോ. എന്ന പോലെ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധന ചെയ്യണം. ആ ആരാധന നിങ്ങൾ രക്ഷിതാവിന് ചെയ്തില്ലെങ്കിൽ നിങ്ങളത് മറ്റു പലതിനും ചെയ്തിരിക്കും. ചിലരുടെ ആരാധന പൈസയോടാണ്, അവരുടെ വീടിനോട്. നിങ്ങളുടെ രക്ഷിതാവിനാണ്. ആരാണവൻ? ഖലഖക്കും, അവനാണ് നിങ്ങളെ പടച്ചത്. അവൻ ഖാലിഖാണ്. മനുഷ്യനെ പടക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പടക്കാൻ മനുഷ്യന് കഴിയുമായിരുന്നുവെങ്കിൽ അവൻ്റെ ആയുസ്സിനെ പിടിച്ചു നിർത്താനും വാർദ്ധക്യം വരാതിരിക്കാനും മനുഷ്യൻ ശ്രമിക്കുമായിരുന്നു. നടക്കുന്നില്ല. മനുഷ്യൻ്റെ മരണമെങ്കിലും അവന് നീട്ടിക്കൊണ്ടുപോകാനോ ഇല്ലായ്മ ചെയ്യാനോ പറ്റിയേനെ, അതും നടക്കുന്നില്ല.
വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതോടുകൂടെ മനുഷ്യന് വരുന്ന അവശതകളെ അതിജീവിക്കാൻ മനുഷ്യന് കഴിയണമായിരുന്നു. അതും സംഭവിക്കുന്നില്ല. അവൻ്റെ തൊലി നിറം പോലും നിർണയിക്കാനുള്ള അവകാശമോ കഴിവോ അവനില്ലെന്നിരിക്കെ അം ഹുമുൽ ഖാലിഖൂൻ അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങൾ ഒരാളും ഒരു സൃഷ്ടാവില്ലാതെ അങ്ങ് ഉണ്ടായതാണോ? നിങ്ങൾ യുക്തിവാദം പറയുന്ന പോലെ നിങ്ങൾ അങ്ങോട്ട് മുളച്ചുണ്ടായതാണോ? അള്ളാഹ് ചോദിക്കുകയാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അതല്ല, നിങ്ങൾ തന്നെയാണോ നിങ്ങളെ പടച്ചത്? അത് പറഞ്ഞുതാ, നിങ്ങളെ പടച്ചത് നിങ്ങളല്ല, ഒന്നുമില്ലാണ്ട് ഉണ്ടാവില്ല. എന്നാൽ പിന്നെ ഒരു സൃഷ്ടാവിൽ നിന്ന് ഉണ്ടായതാണെന്ന് മനസ്സിലാക്കാൻ എന്താണ് ഇത്ര പ്രയാസം? ഇത്ര ലോകത്ത് സിമ്പിളായൊരു വിഷയമല്ല എന്ന്. പക്ഷെ ഫിലോസഫി എന്ന് കയറിയിട്ട് വളരെ സിമ്പിളായൊരു കാര്യത്തെ അന്ന് മുഴക്കതാക്കി, കോംപ്ലിക്കേറ്റഡ് ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കി കളഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇപ്പം രാത്രിയാണ്, ഇപ്പോൾ UAE മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ. ഇത് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ തിരിയാത്ത ഒരാളോട് എത്ര ഫിലോസഫി പറയേണ്ടി വരും? അത് ഇപ്പം രാത്രിയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടായതുകൊണ്ടല്ല, അയാളുടെ ബുദ്ധിക്ക് ചില കുഴപ്പമുണ്ടായതിനു കൊണ്ടാണ്. ഫിലോസഫിക്കാരും യുക്തിവാദികളും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം, അതിൻ്റെ ആവശ്യമില്ല ഒരാൾക്ക് മുഅ്മിനാവാൻ. അവരാ ചോദിക്കുന്നത് അവരുടെ ബുദ്ധിയിൽ വന്ന ചില പ്രശ്നമാണ്, കാര്യങ്ങളെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതിനൊക്കെ ഉത്തരം കിട്ടേണ്ട ആവശ്യമില്ല ഈമാൻ ശരിയാവാൻ. അതിന് ഒരു ഉത്തരവും കിട്ടാതെയും ഒരാൾക്ക് 1 നമ്പർ മുഅ്മിനായി ജീവിക്കാൻ കഴിയും. എന്തേ? ഇതത്ര പ്രയാസമുള്ള വിഷയമല്ലല്ലോ. എങ്ങനെ സ്വയം ഭൂവായി എന്ന് മനുഷ്യന് പറയാൻ കഴിയുന്നു? ഡാർവിൻ പറഞ്ഞു, സിമ്പിൾ, വളരെ വളരെ ചെറിയ ഓർഗാനിസത്തിൽ നിന്ന് കോംപ്ലിക്കേറ്റഡ് ആയ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്ത് ഉണ്ടായി വന്നു. ഓക്കെ, ആ സങ്കീർണമായ ചെറിയ കൊച്ചുജീവികൾ ഇപ്പോഴും ഉണ്ട് ലോകത്ത്. അവയൊന്നും പരിണമിച്ചിട്ടില്ല, പരിണമിക്കുന്നുമില്ല. പരിണാമത്തിന് വിധേയമായി എന്ന് ഡാർവിൻ പറഞ്ഞ ഒരു ജീവിയും വേറൊരു പരിണാമത്തിന് വിധേയമായിട്ടില്ല. ശാസ്ത്രം മുന്നോട്ട് പോകുന്തോറും പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ചോദ്യമുണ്ട് അവിടെ. ഇനി ഡാർവിൻ പറഞ്ഞത് സത്യമാണെന്ന് സമ്മതിച്ചു തരാം, എന്നാൽ ആ ഒരു സിമ്പിൾ മെക്കാനിസം വളരെ കൊച്ചു ജീവികളിൽ നിന്ന്, സങ്കീർണമായ അതിസൂക്ഷ്മ ജീവികളിൽ നിന്നാണ് മറ്റുള്ളവ ഉടലെടുത്തത് എന്ന് വന്നാൽ ആ ചെറിയ ജീവികളെ ആര് പടച്ചു? അതിനുത്തരം എന്താ? പ്രപഞ്ചമുണ്ടായത് ബിഗ് ബാങ്ങിലൂടെയാണ്, മഹാവിസ്ഫോടനത്തിലൂടെയാണ്. ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്സ് ലെറ്റ്സ് അഗ്രി ഓൺ, ഓക്കെ, അതാണ് ശരിയെന്ന് സമ്മതിക്കാം. പക്ഷേ ആ ഒരു മഹാവിസ്ഫോടനം എങ്ങനെ ഉണ്ടായി? അതിൻ്റെ കാരണം എന്താണ്? കാരണങ്ങൾക്ക് കാരണം വേണം. അങ്ങനെ ഒന്ന് അവസാനിക്കുന്നിടത്തേക്ക് എത്തൽ നിർബന്ധമാണ്. അപ്പോഴേ മനുഷ്യബുദ്ധിക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ഒന്ന് അവസാനിക്കണ്ടേ? എവിടെ എത്തി നിൽക്കണം ഇത്? ജയിലിൽ നിന്ന് ഒരാൾ മോചിതനാവുകയാണ്, ഒരു ജയിൽ പുള്ളിയെ മോചിതനാക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. ഇന്ന് ഒരുപാട് യുക്തിവാദികൾ വെറുതെ കയറി അതൊന്നും വിളിച്ചു പറയുന്ന കാലമാണ്. അപ്പോൾ വല്ലാണ്ട് ചിന്തിക്കാൻ കഴിയാത്തവരങ്ങ് പെട്ടുപോകും. ജയിലിൽ നിന്നൊരാൾ മോചിപ്പിക്കപ്പെട്ടു, ഒരു ജയിൽ വാർഡൻ ആ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഒരാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരികയാണ്, പുറത്തിറങ്ങി വന്നു. നമ്മൾ സങ്കല്പിക്കുക, ആ ജയിൽ വാർഡന് ഇയാളെ റിലീസാക്കണമെങ്കിൽ മേലെ ഒരു ഓഫീസറുടെ സമ്മതം വേണം. അയാൾ തന്നാൽ ഇയാൾക്ക് വിടാൻ പറ്റുള്ളൂ. അയാൾക്ക് മീതെയുള്ളൊരു 4 സ്റ്റാറുള്ള ഓഫീസർ അനുമതി കൊടുക്കണം. സങ്കല്പിക്കുക, അയാൾക്ക് വേറൊരാൾ കൊടുക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരാളിൽ ഇത് അവസാനിച്ചെങ്കിൽ അല്ലേ ഈ ജയിലിൽ നിന്ന് ഇയാൾക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ. അത് അനന്തമായി തുടരാൻ അയാൾക്ക് വേറെ ആൾ വേണം, അയാൾക്ക് വേറെ ആൾ വേണം, അയാൾക്ക് വേറെ ആൾ വേണം. ഇങ്ങനെ ഒരറ്റമില്ലാതെ പോയാൽ ഇയാൾ ജയിലിൽ നിന്ന് പുറത്തു വരുമോ? ഇല്ല. ഇയാൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താ? തനിക്ക് മുമ്പിൽ ഒരാളില്ലാതെ ഒരാളിൽ ഇത് എത്തി നിന്നിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. അയാളിനെ ആരാ പടച്ചത്, അയാൾക്കാരാ പെർമിഷൻ കൊടുത്തത് എന്ന് ചോദിക്കേണ്ടതില്ലാത്ത വിധം കാര്യങ്ങൾ അവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? മനുഷ്യരും ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു അല്ലേ? ജയിലിൽ നിന്ന് മോചിതരായി എന്ന് പറഞ്ഞ പോലെ സൃഷ്ടിച്ചു. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുകയാണ്. കുറെ ആൾക്കാർ ജീവിച്ച് മരിച്ചുപോയി, ഇനി ജീവിക്കാൻ പോകുന്നു. ഇവരാരാ പടച്ചത്?
എങ്ങനെ ഉണ്ടായി? ഒരു യുക്തിവാദി പറയാം ഇവിടെ വാപ്പയിലൂടെ. ഓക്കെ, വാപ്പാൻ്റെ ഉപ്പയെ ആരുണ്ടാക്കി? അങ്ങനെ പോയി ആദ്യം നബിയിലെത്തുന്നു എന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ ആദിമ മനുഷ്യൻ ഇനി എല്ലാവരും കുരങ്ങിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക ഡാർവിന് വേണ്ടി. ആ ആദ്യത്തെ സ്പീഷീസിനെ ആര് പടച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വേണം, സ്രഷ്ടാവ്. അങ്ങനെ ഒരു ഉത്തരമില്ലെങ്കിൽ നേരത്തെ ജയിൽ പുള്ളിയുടെ ഉദാഹരണം പറഞ്ഞ പോലെ ഈ ജീവജാലങ്ങൾ ഭൂമിയിൽ ജനിക്കൂലായിരുന്നു. അത് അറ്റമില്ലാതെ തുടരുകയാണ്. അവരാരാ പഠിച്ചത്. അങ്ങനെ പോയി തസൽസുൽ എന്ന് പറയും. എൻഡ്ലെസ്, സീംലെസ്, ലിമിറ്റ്ലെസ് ആയി കാര്യങ്ങൾ തുടരും. അതൊരിക്കലും സംഭവിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ സംഗതി നടന്നു കഴിഞ്ഞു, സൃഷ്ടിപ്പ് നടന്നു കഴിഞ്ഞല്ലോ. പിന്നെ ഇത് അവസാനം എത്തി നിൽക്കുന്ന ഒരാൾ വേണം, അവനാണ് അല്ലാഹു ജല്ല ജലാലു. ഇത് മനുഷ്യന്റെ ഹ്യൂമൻ ലോജിക്കിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഉത്തരമാണ്. പ്രകൃതിയ മനുഷ്യന് കഴിയുന്ന ഉത്തരമാണ്. വാസ്തവം അങ്ങനെയാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചത് അതാണ്. യുക്തിവാദികൾ ഇപ്പം എന്താ പറയുന്നത്? അവർ പറയുന്നത് യുക്തം പോലുമല്ലല്ലോ. സയൻസിനെ കൂട്ടുപിടി ഒരുപാട് സയൻസ് തിയറികൾ പറയും. സയൻസ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റാണ്. ആ എക്സ്പെരിമെൻറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ, ഒരു ആക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു റീസൺ അനിവാര്യമാണ്. അപ്പോൾ പറയും നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല, ഇനി വരും തലമുറക്ക് ചിലപ്പോൾ ശാസ്ത്രം മനസ്സിലാക്കി കൊടുക്കും ആരാണ് ഉണ്ടാക്കിയത്. ഇപ്പം മനസ്സിലായില്ല, ഓക്കെ, സമ്മതിച്ചു തരാം. എന്നാലും ശാസ്ത്രം ഇനി കണ്ടെത്താൻ പോകുന്നത് അതിനെ സൃഷ്ടിച്ചത് മനുഷ്യനാണോ? അല്ല, അതിന് ശാസ്ത്രം പറയാൻ കഴിയില്ല. അതിനെ സൃഷ്ടിച്ചത് അവർ തന്നെയാണോ? അല്ല, അവരിന് സ്വയം ഉണ്ടായതാണെന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയുമോ? വെറുതെ ഒരു എംറ്റി സ്പേസ് ഉണ്ടായി ഒറ്റയ്ക്ക്. ഇനിയിപ്പോൾ 100-200 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന സയൻസ് ഇത് ഉത്തരം തരും എന്ന് പറയുന്ന യുക്തിവാദിയോട് ഞാൻ ചോദിക്കുകയാണ്, സയൻസിന് 3 ഉത്തരേ തരാൻ കഴിയൂ. ഒന്നുകിൽ മനുഷ്യനുണ്ടാക്കി എന്ന് പറയണം. ഇനിയിപ്പോൾ 500 കൊല്ലം കഴിഞ്ഞോട്ടെ, മനുഷ്യനുണ്ടാക്കിയതല്ല, നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഷേപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അത് സ്വയം ഉണ്ടായതാണെന്ന് പറയാൻ പറ്റുമോ? ഇനി നമുക്കിപ്പോൾ ഉത്തരം കിട്ടില്ല, ഇനി പിന്നെ കിട്ടും, ഓക്കെ, സമ്മതിച്ചു തരാം. ഇനി പിന്നെ കിട്ടാൻ പോകുന്ന ഉത്തരം സ്വയം കിട്ടും, സീറോയിൽ നിന്ന്, ഒരു എംറ്റിനെസ്സിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടായതാണ് എന്ന് പറയാൻ സയൻസിന് കഴിയുമോ? അപ്പോൾ സയൻസ് ആവില്ലല്ലോ അത്. പിന്നെ 3ാമത്തെ ഒരു ഉത്തരവേ ഉള്ളൂ, ഇതുണ്ടാക്കിയ ഒരാളുണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞുതരാം, അത് അള്ളാഹുവാണ്. ഇനി നാളെ മറ്റന്നാളോ നിങ്ങൾ പറഞ്ഞാലും 3ാമതൊരാൾ ഉണ്ടാക്കിയതേ നിങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയൂ. ആ ഉണ്ടാക്കിയ ആൾ ഹി ഹാസ് ടു ബി അൺക്രിയേറ്റഡ്. അവനെ പിന്നെ ആരുണ്ടാക്കിയതിനുള്ള ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല. കാരണം എന്തേ? കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. കാര്യം നടന്നു കഴിഞ്ഞാൽ അതൊരു അറ്റത്ത് അവസാനിക്കണം. എങ്കിലേ ഈ നടന്നത് സത്യമാണെന്ന് ബോധിക്കൂ. സൃഷ്ടിപ്പ് നടത്തി കഴിഞ്ഞല്ലോ, സൃഷ്ടിച്ചല്ലോ അല്ലാഹു, സൃഷ്ടിച്ചില്ലേ സൃഷ്ടാവ്. ആ സൃഷ്ടിപ്പ് നടന്നു കഴിഞ്ഞിരിക്കെ ഈ സൃഷ്ടിച്ച ഒരാൾ ഒരുവനായി, അറ്റമില്ലാത്തവനായി, ആദ്യമില്ലാത്തവനായി, അവനെ സൃഷ്ടിച്ചവൻ മറ്റൊരാൾ ഉണ്ടാവരുത്. അപ്പോഴേ അതിൻ്റെ ഉത്തരം തന്നെ ലോജിക്കലി, റാഷണലി അപ്പീലിംഗ് ആകുന്നുള്ളൂ. അതല്ലേ വിശുദ്ധ ഖുർആൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു സ്വമദ്, സർവ കഴിവുകളുമുള്ള, ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം സർവരും അവനെ ആശ്രയിക്കുന്നവനാണ്. ദ സെൽഫ് ഇറ്റേണൽ. ലം യലിദ്, അല്ലാഹു ഒരാളെയും പ്രസവിച്ചില്ല. ഒരാൾക്കൊരു മകൻ ജനിക്കുന്നത്, ഒരു മകൾ ജനിക്കുന്നത് ആ പിതാവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതൊരു സ്പേം സെല്ലായിരിക്കാം, പക്ഷെ ആ പിതാവിൻ്റെ ജുസ് ആണ്, ഒരു ഭാഗമാണ് ഒരു കുഞ്ഞ്. അള്ളാഹുവിന് അങ്ങനെ ഒരു ആവശ്യമില്ല. അള്ളാഹുവിന് ഒരു മകൻ്റെയോ മകളുടെയോ ആവശ്യമില്ല. അവൻ്റെ അള്ളാഹുവിൻ്റെ ദാത്ത്, എസൻസിൻ്റെ ഒരു ഭാഗമായിട്ട് പോലും ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. വലം യൂലദ്, അവൻ പ്രസവിക്കപ്പെട്ടവനല്ല. എന്താ ഇതിനർത്ഥം? പ്രസവിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ ഉണ്ടാക്കിയ മറ്റൊരാൾ മുമ്പിൽ വേണം. അപ്പൊ അടുത്ത ചോദ്യം വന്നു, അവരാരാ ഉണ്ടാക്കിയത്? അള്ളാഹു അങ്ങനെ ഉള്ളവനല്ല. വെള്ളം കൊണ്ടുവന്നു, ഉമ്മ പറഞ്ഞു, മോളെ ഇതൊരു മധുരമുള്ള വെള്ളമാക്കി എടുക്കണം, കുറച്ച് പഞ്ചസാര കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഹണി, ഒരു തേന് കൊണ്ടുപോവാ. അത് ഒഴിച്ചു, വെള്ളം മധുരമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ പഞ്ചസാരക്കിന് മധുരം കൊടുക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. പഞ്ചസാരക്കല്ലേ, ഹണിക്ക് പിന്നെ എന്തുകൊണ്ടാ മധുരം കൊടുക്കുക? അതന്നെയല്ലേ മധുരം ഉള്ളത്. അള്ളാഹുവിനെ ആരാണ് ഉണ്ടാക്കിയത്? അവനല്ലയോ എല്ലാം ഉണ്ടാക്കിയത്? അവനിനി ഒരു ഉണ്ടാക്കിയവൻ പാടില്ലല്ലോ. അങ്ങനെ വന്നാൽ അത് അനന്തമായി തുടരുകയാണ്. അത് മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, വസ്തുതകൾ നടന്നിരിക്കെ അങ്ങനെ ഒരു തസൽസുൽ എന്ന അനന്തമായ നീണ്ടുപോകുന്ന ഒരു സാധ്യത
ബുദ്ധിശൂന്യമാണ്. ഇത് ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് തിരിയാത്തതുകൊണ്ടാണ് ഒരുപാട് തിയറികൾ, ഫിലോസഫികൾ, അതിന് കുറേ പേരിട്ടിട്ട് വിളിക്കുക, എന്നിട്ട് കുറേ PhD എടുത്തിട്ട് എന്ത് ചെയ്യുക, മനുഷ്യന്മാർ തലതിരിഞ്ഞ് നടക്കുക, എന്നിട്ട് മുഅ്മിനീങ്ങളെ തകരാറിലാക്കുക. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ഈ പ്രപഞ്ചമുണ്ടായത് വെറുതെ ഉണ്ടായതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹു ചോദിച്ചു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ആരുണ്ടാക്കാതെ നിങ്ങളായിട്ടങ്ങ് ഉണ്ടായതാണോ? അതൊരിക്കലും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജനനസ്ഥലവും നമ്മുടെ നാഷണാലിറ്റിയും നമ്മുടെ തൊലിനിറവും നമ്മുടെ ഹൈറ്റും വെയ്റ്റും നമ്മുടെ ലൈഫ് സ്പാനും ഒക്കെ നിർണ്ണയിക്കാനുള്ള അവകാശം നമുക്ക് വേണമായിരുന്നു. അതില്ലല്ലോ. ഇറ്റ് ഈസ് ഗിവൻ ടു അസ്. അങ്ങനെയല്ലേ, നമുക്ക് നൽകപ്പെട്ടതാണ്. നമുക്ക് ആർക്കും അതിൽ ചോയ്സ് ഇല്ല. അപ്പോൾ വേറെ ഒരു എക്സ്റ്റേണൽ ഒരു ഏജൻസിയാണത് ചെയ്തത്, ഒരു എക്സ്റ്റേണൽ ആയ ഒരാളാണത് ചെയ്തത് എന്ന് വന്നു. സ്വയമല്ല, നമ്മളുമല്ല, പിന്നെ മൂന്നാമതൊരാൾ. അത് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ഇസ്ലാം ആ സ്രഷ്ടാവിനെ വിളിക്കുന്ന പേരാണ് അല്ലാഹ്. ഇത്ര ഇവിടെ വിഷയമുള്ളൂ. അവനെയാണ് ആരാധിക്കേണ്ടത്. അവനാണ് മാനുഫാക്ചറർ, അവനാണ് ക്രിയേറ്റർ, അവനാണ് ഡിസൈനർ. അതുകൊണ്ട് തന്നെ അവനുണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ ഓപ്പറേഷൻ അവൻ തരുന്ന മാനുവലായ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താലേ മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ വിജയത്തിലേക്കെത്തൂ, അല്ലെങ്കിൽ പരാജയത്തിലേക്കെത്തൂ. ഇതാണ് ഇസ്ലാം എന്നതിൻ്റെ ലോജിക്ക്. ഇത് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പറയുമ്പോൾ അള്ളാഹു പറയും അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവനല്ലേ സൃഷ്ടിച്ചത്. വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞവരെയും അവനാണ് പടച്ചത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അവനെ ഭയപ്പെട്ടു ജീവിക്കുന്നില്ലയോ? ഭയപ്പെടേണ്ടത് ഒരുത്തനെയാണ്. ആ ഒരുത്തനെ ഭയപ്പെട്ടാൽ, അനുസരിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൃത്യമാണ്, എല്ലാം ക്ലിയറാണ്. ആ ഒരുത്തൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ. ആ ഒരുത്തൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശമാണ് വിശുദ്ധ ഹദീസ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകൾ. അവിടുത്തെ വിശുദ്ധമായ റിസാലത്ത്, നബി തങ്ങളുടെ സന്ദേശം മുഴുവനും അള്ളാഹു നൽകുന്ന വിവരമാണ് മനുഷ്യർക്ക് കൈമാറാൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. إن هذا القرآن, ഈ വിശുദ്ധ ഖുർആൻ, ഏതൊരുത്തനാണോ സൃഷ്ടാവ്, ആ സൃഷ്ടാവ് അവൻ്റെ സൃഷ്ടികളെ ഓപ്പറേറ്റ് ചെയ്യാനുണ്ടാക്കിയ മാനുവൽ ഏതോ, ആ ഓപ്പറേഷൻ മാനുവലാണ് ഖുർആൻ. ആ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, വളരെ ഋജുവായ, നേരായ, വളവില്ലാത്ത കൃത്യമായ നേർവഴിയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങളായിട്ട് ചിന്തിച്ചുണ്ടാക്കുന്നത് കുറേ കാലെടുക്കും മനസ്സിലാക്കാൻ അത് തെറ്റായിരുന്നു. ഇപ്പം യുക്തിവാദം വിളിച്ചു പറയുന്ന കുറേ ആൾക്കാർ ഈ ചോരത്തിളപ്പിൽ ഇത് വിളിച്ചു പറയും. മനുഷ്യൻ്റെ തലയിലേക്ക് പൈശാചിക ചിന്തകൾ വന്നുകൂടുന്നൊരു സമയമുണ്ട്. ആരും തന്നെ നിയന്ത്രിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നൊരു നേരമുണ്ട്. ശരീരത്തെ പിടിച്ച കിട്ടാത്തൊരു ടൈമുണ്ട്. ആ നേരത്ത് ഈ യുക്തിവാദികൾ പറയാം, പടച്ചോല്ല, പരലോകമില്ല, ദീനില്ല, ഇസ്ലാം മതങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാകാം എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരാകർഷിക്കുമ്പോൾ അവർക്ക് തിന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇത് തിരക്കേടില്ലല്ലോ, ഒരു 45-50 ആകുമ്പോൾ ഇങ്ങനെ കണ്ണ് തെളി, എന്തേ ഇപ്പം ഞാൻ കാണിച്ചു കൂട്ടിയത്, എത്ര ആളുകളെയാ ഞാൻ ഈ പിഴപ്പിച്ചു കളഞ്ഞത്, എന്തേ എനിക്ക് പറ്റിപ്പോയത്. അപ്പോഴേക്കും ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് ആളുകൾ വഴികേടിലേക്ക്, ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അവർ ചെയ്യേണ്ട, അള്ളാഹുവിന് ചെയ്യേണ്ട സർവീസ് അത് ചെയ്യാതെ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടാകും. യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നവരുടെ ചരിത്രം വായിച്ചാൽ അത് മനസ്സിലാകും. അവരുടെ റിഗ്രറ്റ്സ്, അവരുടെ സങ്കടം വലുതാണ്. ഹംസ സോർക്കിസ് എന്ന് പറയുന്ന ഗ്രീക്കുകാരനാണ്. അദ്ദേഹം ഇന്നും ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. വലിയ യുക്തിവാദത്തിൻ്റെ തലതൊട്ടപ്പന്മാരായ യൂറോപ്യരായ യുക്തിവാദികളോട് ഇന്നും വളരെ മനോഹരമായി ഡിബേറ്റ് ചെയ്യുന്ന ഒരു ഡിബേറ്ററാണ് ഹംസ സോർക്കിസ്. അദ്ദേഹം മുസ്ലിമായിരുന്നില്ല, അദ്ദേഹം ഏത്തീസ്റ്റ് ആയിരുന്നു. യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈമാൻ വളരെ സ്ട്രോങ് ആണ്. എന്ത്
എന്ത് തന്നെ യുക്തിവാദികൾ ഉന്നയിച്ചാലും അതിന് കൃത്യമായ മറുപടി ഒരു കാലത്ത് യുക്തിവാദിയായിരുന്ന ഇപ്പോൾ ഈമാനിൻ്റെ പ്രഭയിലേക്ക് വരാൻ സൗഭാഗ്യമുണ്ടായ ഗ്രീക്കുകാരനായ ഹംസ സോർക്കിസിന് സാധിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു തിരിച്ചറിവ് കുറേ വൈകും ചിലപ്പോൾ ചില ആളുകൾക്ക് വരാൻ. അതിൻ്റെ മുമ്പ് പിഴച്ചു പോകരുത്. മൻ തഅല്ലമൽ ഖുർആന മത്തഅഹു അല്ലാഹു ബിഅഖ്ലിഹി ഹത്താ യമൂത്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ തഅല്ലമൽ ഖുർആൻ, ആരെങ്കിലും അല്ലാഹുവിൻ്റെ ഈ ഓപ്പറേഷൻ മാനുവലായ ഖുർആൻ പഠിച്ചാൽ, മത്തഅഹു അല്ലാഹു ബിഅഖ്ലിഹി ഹത്താ യമൂത്, മരണം വരെ അവരുടെ ബുദ്ധി കൊണ്ട് അല്ലാഹു അവർക്ക് ആനന്ദം നൽകും. ഖുർആൻ പഠിക്കുന്നവർക്ക് മരണം വരെ അവരുടെ ചിന്ത കൊണ്ട് ആനന്ദിക്കാൻ കഴിയും. എന്തേ? ഇത് നേരായ അറിവാണ്, ഇത് വളവില്ലാത്ത അറിവാണ്. ആരാണോ പ്രപഞ്ചത്തെ പടച്ചത്, ആരാണോ മനുഷ്യനെയും മനുഷ്യ ചിന്തകളെയും മനുഷ്യ ശരീരത്തിൽ വരുന്ന രാസപ്രവർത്തനങ്ങളെയും മനുഷ്യൻ്റെ ഹോർമോണുകളെയും മനുഷ്യൻ്റെ ആവേഗങ്ങളെയും മനുഷ്യനിൽ കടന്നുകൂടുന്ന ചിന്തകളെയും എല്ലാം നിയന്ത്രിക്കുന്നതാരോ അവൻ പറഞ്ഞ നിയമമാണ് ഖുർആൻ. അത് മനസ്സിലാക്കി പഠിക്കുന്ന ആളുകളെ മത്തഅഹുല്ലാഹു ബിഅഖ്ലിഹി ഹത്താ യമൂത്, മരിക്കുന്നവരെ അവരുടെ ബുദ്ധി കൊണ്ടവർക്ക് അള്ളാഹു ആനന്ദം നൽകും. അല്ലാത്തവർക്ക് ആനന്ദിക്കാൻ കഴിയില്ല. കൺഫ്യൂസ്ഡാണ് യുക്തിവാദി, കൺഫ്യൂസ്ഡാണ്. അങ്ങനെ വിളിച്ചു പറയാ. ഏറ്റവും കൂടുതൽ അള്ളാഹ് അള്ളാഹ് എന്ന് പറയുന്ന യുക്തിവാദികളാണ്. അല്ല എന്ന് പറയാനാണെങ്കിലും പടച്ചോനില്ല എന്നും അള്ളാഹു ഇല്ല എന്നും അള്ളാഹു എവിടെ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ വലിയ ബേജാറുണ്ടാവുന്ന യുക്തിവാദികൾക്കാണ്. ഒരു വിശ്വാസി പറയുന്നതിനേക്കാളും കൂടുതൽ പടച്ചോനെന്നും അള്ളാഹെന്നും യുക്തിവാദികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ബേജാറ് കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ആത്മക്കുത്തുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും ഇതിപ്പോൾ എൻ്റെ കൺട്രോളിലല്ലല്ലോ ഇപ്പോൾ ഈ നടക്കണത്. ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ. അതാരാ? അപ്പം അങ്ങനെ പറയും, സയൻസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ഇനി കണ്ടെത്താൻ പോകുന്നുണ്ട്. അപ്പോഴേ ഞാൻ ചോദിക്കുന്നത്, ഈ കണ്ടെത്താൻ പോകുന്നത് നിങ്ങളാണോ? അല്ല. നിങ്ങളാണോ ഉണ്ടാക്കിയത്? അല്ല. വെറുതെ ഉണ്ടായതാണോ? അതും സയൻസ് കണ്ടെത്താൻ പോകുന്നില്ല. പിന്നെ മൂന്നാമതൊരാൾ ഉണ്ടാക്കിയതിനെ അവിടെ ഓപ്ഷനുള്ളൂ. അതിനെ ഈ ഇസ്ലാം പറയുന്നത് അള്ളാഹു സൃഷ്ടാവ് ഉണ്ടാക്കിയതാണ്. ഇത് എന്ത് അഹങ്കാരം വെച്ച് നടന്നിട്ടും കാര്യമില്ല. യു ഹാവ് ടു ബി ഹംബിൾ ഇനഫ് ഇൻ ഫ്രണ്ട് ഓഫ് അള്ളാഹ്, ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്രിയേറ്റർ. ഒരു മാനേജറെ കാണുമ്പോൾ മൂപ്പരിപ്പം എന്തേ മാനേജറായി, ഞാൻ എന്തേ ഇപ്പോൾ എംപ്ലോയി ആയി പോയത്? അസൂയിച്ചിട്ട് കാര്യമില്ല, അതങ്ങനെ സംഭവിച്ചത്. സൃഷ്ടാവാണ്. ഇത് മനുഷ്യന് എന്തേ അംഗീകരിക്കാൻ പ്രയാസം? ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങളാൽ സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. ഖാല ഇഹ്ബിതാ മിൻഹാ ജമീഅ ബഅദുകും ലിബഅദിൻ അദു فإما يأتينكم مني هدى فمن تبع هداي فلا خوف فلا يضل ولا يشقى. മറ്റൊരിടത്ത് പറഞ്ഞു, فمن تبع هداي فلا خوف عليهم ولا هم يحزنون. ആദമേ ഹവ്വാ റളിയല്ലാഹു അൻഹുമാ, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉപ്പയാണ്. ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രതിനിധികളായി, സൃഷ്ടാവിൻ്റെ പ്രതിനിധികളായി നിയോഗിക്കപ്പെട്ട രണ്ടുപേർ. ഇഹ്ബിതാ മിൻഹാ ജമീഅ, ഈ പ്രപഞ്ചമെന്ന ദൃശ്യപ്രപഞ്ചം അള്ളാഹു നമുക്ക് പടച്ചു തന്നതുപോലെ ഭൂമി അള്ളാഹു പടച്ചു. ഭൂമി മനോഹരമാണ്. ഇനി കണ്ണുകൊണ്ട് കാണാത്ത ആഖിറം എന്ന ലോകത്തെയും അള്ളാഹു പടച്ചു വെച്ചു. ദൃശ്യപ്രപഞ്ചത്തിലൂടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി അള്ളാഹു തലച്ചോറ് കൊണ്ട് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, കണ്ണുകൊണ്ട് കാണാത്ത ആഖിറം എന്നൊരു ലോകത്തെ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികളായ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ. അവിടെ നരകമുണ്ട്, സ്വർഗമുണ്ട്, സിറാത്തുണ്ട്, കിതാബുണ്ട്, മീസാനുണ്ട്, അർശുണ്ട്, കുർസിയുണ്ട്, ലൗഹുണ്ട്, ഖലമുണ്ട്, സിദ്റത്തുൽ മുൻതഹയുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. എന്തേ? അത് വഹയിന്റെ വെളിച്ചമാണ്, ഖുർആനിന്റെയും ഹദീസിന്റെയും അറിവാണത്. നമ്മൾ അന്ധവിശ്വാസികളല്ല, ശരിക്കും ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ ഇസ്ലാം മനസ്സിലാക്കുന്നത്. ഇഹ്ബിതാ മിൻഹാ ജമീഅ, ആദമേ ഹവ്വാ, നിങ്ങൾ എൻ്റെ സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങണമേ. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, എൻ്റെ മാർഗദർശനം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളെ പടച്ചവനാണ്. എങ്ങനെ ജീവിക്കണം, എന്തു ഭക്ഷിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ നിങ്ങൾ ബിൽഡ് ചെയ്യണം, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും.
അത് ആരാണോ പിൻപറ്റുന്നത് ഫലാ യദുല്ലു വലാ യഷ്ഖാ, അവര് പിഴച്ചു പോകുന്നില്ല, അവര് പരാജയപ്പെടുന്നും ഇല്ല. പിന്നെ പറഞ്ഞു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ലാ ഹുസ്ന അലാ മാ ഫാത് വലാ ഖൗഫ മിമ്മാ ആത്. വരാൻ പോകുന്നതിനെ കുറിച്ച് പേടിയും വേണ്ട, കഴിഞ്ഞു പോയതിനെ കുറിച്ച് സങ്കടവും അവർക്ക് വേണ്ടതില്ല. നമ്മൾ അവിടെ ഉറച്ചു നിൽക്കുക. ഖാലിഖായ അല്ലാഹു എന്താണോ മനുഷ്യന് നൽകിയത് ആ മെസ്സേജിൽ മനുഷ്യൻ ഉറച്ചു നിൽക്കണം. ഈ സ്ട്രഗിളാണ് വിശ്വാസികൾ ലോകത്ത് ചെയ്യുന്നത്. ഇസ്ലാം ചെയ്യുന്ന ഒരു ഇന്റലക്ച്വൽ ചാലഞ്ചുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റിസാലത്ത്, അള്ളാഹുവിൻ്റെ മെസ്സേജ്, ഖാലിഖായ അള്ളാഹുവിൻ്റെ മെസ്സേജ്, അതാണ് വാസ്തവം, അതാണ് വാഖിഅ്, അതാണ് നഖ്ല്, അതാണ് അഖ്ല്, അതാണ് ഫിത്ര. ഖുർആനിൻ്റെ ഏതൊരു മെസ്സേജിനെ മനുഷ്യൻ നിഷേധിക്കാൻ കഴിയും. യുക്തിവാദികൾ എന്തൊക്കെയോ അപ്ലോഡ് ചെയ്ത് വിടുന്നത് കാണാം. ആ കാര്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. ആക്ഷേപിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെ ഇരിക്കുന്നത് മൈക്കിൻ്റെ മുമ്പ് തന്നെ. അതുകൊണ്ട് അവർ കാര്യം മനസ്സിലാക്കാതെ ഇങ്ങനെ പറയാം. ഖുർആനിൻ്റെ ആശയം അതിൻ്റെ ആഴത്തിൽ അറിയുന്ന ഒരാൾ അതിലൊന്നും മനുഷ്യനെ നിഷേധിക്കുക പോയിട്ട് തലകുനിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യ പ്രകൃതം സമ്മതിക്കുന്നത്, മനുഷ്യൻ്റെ ബുദ്ധി അംഗീകരിക്കുന്നത്, ലഭ്യമായ അറിവുകൾ, നഖൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഖുർആനും ഹദീസിനെയും നഖൽ എന്ന് പറയും. പിന്നെ മനുഷ്യൻ്റെ അഖൽ, മനുഷ്യൻ്റെ നഖൽ, മനുഷ്യൻ്റെ ഫിത്ര, ജന്മസിദ്ധമായ മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ലാഹു വെച്ചിട്ടുള്ള ഫാക്കൽറ്റി, പിന്നെ യാഥാർത്ഥ്യം. ഇത് നാലും ഒരുമിച്ച് ചേരുന്ന വിവരമാണ് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന വിവരം. അവനാണ് സൃഷ്ടാവ്, അല്ലാഹു സൃഷ്ടാവാണ്. അവൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അസ്മാഉൽ ഹുസ്ന 3 അടിസ്ഥാനങ്ങളിലൂടെയാണ് പോകുന്നത്. ഒന്ന്, അള്ളാഹു ഉള്ളവനാണ്, അള്ളാഹു മൗജൂദാണ്. ഇത് വെറുതെ ഒരു ഫാലസി അല്ല. യുക്തിവാദിയെല്ലാം കുറേ ഫാലസിൻ്റെ കഥ പറയും. ദ ഫാലസി ഓഫ് ദിസ് ആൻഡ് ദാറ്റ്. അള്ളാഹു മൗജൂദാണ്, അവൻ ഉള്ളവനാണ്. വല്ലാഹു വാഹിദുൻ, അള്ളാഹു ഏകനാണ്, ഒരുത്തനാണ്. രണ്ടെണ്ണമല്ല. 2 പ്രസിഡന്റ് ഒരാവശ്യമില്ലല്ലോ ഒരു കൺട്രിക്ക്. 2 കിങ് വേണ്ടല്ലോ, 1 മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒന്നിനെ കിങ് എന്ന് വിളിക്കാൻ പാടില്ല. കുറേ മന്ത്രിമാരുണ്ടാവും. അതിനൊക്കെ പിടിച്ച് ദൈവമാണെന്നോ അല്ലെങ്കിൽ കിങ് ആണെന്നോ പറയാൻ പറ്റില്ലല്ലോ. മന്ത്രിമാരൊക്കെ കിങ് ആണോ? അവർ മന്ത്രിമാരാണ്. എങ്ങനെ കുറേ ദൈവങ്ങൾ എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ എങ്ങനെ ബുദ്ധിപരമായി ശരിയാവും? ദൈവം എന്നതിന് എന്ത് ഡെഫിനിഷനാണ് ഇവർ കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. എന്തിനീ ലോകത്ത് നമ്മൾ വന്നു? ഈ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ജീവിക്കുന്നത്? എന്താ പിന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അവനെ അറിയാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞു. അവനെ അറിയാനുള്ള മനുഷ്യൻ്റെ അന്വേഷണമാണ് ഈ ജീവിതം അള്ളാഹു നൽകിയത്, ഈ ഭൂമിയിലെ ജീവിതം. അപ്പോൾ ചിലർ പറയും ഭൂമി ഇങ്ങനെ വേറെ ഭൂമി ഉണ്ടാവാലോ. ഉണ്ടാവാണ്ടിരിക്കുക, എന്തോ ആയിക്കോട്ടെ. നാട്ടിലൊരു മുതലാളിക്ക് 500 ഏക്കർ സ്ഥലം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഒരു പക്ഷേ 1 ഏക്കർ 2 ഏക്കർ ആയിരിക്കും അയാൾക്ക് ശരിയായി വീട് വെച്ച് പേയ്മെൻറ്റ് നടത്തി ഇൻ്റർലോക്ക് ചെയ്ത് ഗാർഡനാക്കി പൂളുണ്ടാക്കി കാർ പോർച്ച് ഉണ്ടാക്കി ഭംഗിയാക്കി അയാൾ പെരുമാറുന്ന സ്ഥലം 1 ഏക്കറൊക്കെ ഉണ്ടാവുള്ളൂ. അയാൾക്ക് 100 ഏക്കർ വേറെ ഉണ്ടായിരിക്കാം. അള്ളാഹു അങ്ങനെ പ്രത്യേകം പടച്ചതാണ് ഈ ഭൂമി. ഇതിന് ചുറ്റും വേറെ കുറേ ഉണ്ട്, ഒരുപാടുണ്ട് എന്ന് വിചാരിച്ച് ഈ ഭൂമിക്ക് വല്ല ഇമ്പോർട്ടൻസ് കുറയുന്നുണ്ടോ? ചിലർ അങ്ങനെ പറയും. നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ, ഇപ്പോൾ വേറെ ഒരു പ്ലാനറ്റിൽ നമ്മളെപ്പോലത്തെ വേറുള്ളവരുണ്ടാകും, അവർ നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ കൗതുകത്തോടുകൂടെ സംസാരിക്കുന്നവരുണ്ട്. അവരുടെ ആ ഒരു ക്യൂരിയോസിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നല്ല ക്യൂരിയോസിറ്റിയാണ്. നമ്മുടെ സന്തോഷ് കുളങ്ങരയുടെ ഒരു ടോക്ക് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ വേറെ ജീവജാലങ്ങൾ മനുഷ്യരെ കണ്ടെത്താൻ ഇങ്ങോട്ട് വരാനിരിക്കുന്നുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ആരും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇതുവരെ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഫുട് പ്രിൻ്റ് നമുക്ക് കിട്ടിയിട്ടുമില്ല. പക്ഷെ അത് വിചാരിച്ച് നമ്മുടെ ഈ ഭൂമിയെ നമുക്ക് നെഗ്ലിജൻസ്, അശ്രദ്ധയിലോ കണ്ടില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? അള്ളാഹു എത്ര കൃത്യമായിട്ടാണ് ഭൂമിയെ പടച്ചത്. എന്താണ് ഈ ഭൂമിയുടെ അത്ഭുതങ്ങൾ?
അള്ളാഹു 2 പുസ്തകമാണ് വായിക്കാൻ പറഞ്ഞത്, 2 എണ്ണം. ഒന്ന് അള്ളാഹുവിൻ്റെ മക്തൂബായ കിതാബ്, അള്ളാഹുവിൻ്റെ മൻതൂഖായ കിതാബ്, അള്ളാഹുവിൻ്റെ ഖുർആനും ഈ പ്രപഞ്ചവും. കിതാബുല്ലാഹിൽ മൻതൂഖ്, അള്ളാഹുവിൻ്റെ സംസാരം വന്ന ഗ്രന്ഥമുണ്ട്, അതാണ് ഖുർആൻ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ് മറ്റൊരു, അതിൻ്റെ അപ്പുറത്ത് തന്നെ മറ്റൊരു ഇഖ്റ വരുന്നുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം. ഈ പ്രപഞ്ചമെന്ന കിതാബല്ലാഹിൽ മൻദൂർ, മനുഷ്യനെ നോക്കിക്കാണാനും കഴിയുന്ന വലിയൊരു പുസ്തകമാണ് പ്രപഞ്ചം. പ്രപഞ്ചം വായിക്കണം, അള്ളാഹുവിൻ്റെ കിതാബും വായിക്കണം. എന്നാൽ പിന്നെ പിഴക്കൂല. ബാക്കി നമ്മൾ ഒരുപാട് വായിച്ചേക്കാം, പിന്നെ അവസാനം ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. ആ വായിക്കുന്നതെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ വായനയ്ക്ക് നമുക്ക് സപ്പോർട്ടാകും. അപ്പോൾ പ്രപഞ്ചം ഒരുപാട് വലുതാണ്, ഒരുപാട് വലുതാണ്, എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. നമുക്കൊക്കെ അറിയാം, ബീച്ചുകളിലെ മണൽത്തരികളെക്കാളും എണ്ണം കൂടുതൽ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ടെന്നാണ്. അപ്പോൾ എത്രയായിരിക്കും പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എന്ന് വിചാരിച്ച് ഭൂമിയെ അങ്ങ് ഇഗ്നോർ ചെയ്യേണ്ടതുണ്ടോ? ഭൂമി ചെറുതാണോ? ജീവജാലങ്ങൾക്ക് പ്രത്യേകമായി ഞാൻ പടച്ചതാണ് ഭൂമിയെ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. വൽ അർള, ഭൂമിയെ, ആൻഡ് ദ എർത്ത്, വദഅഹാ ലിൽ അനാം, ഹി എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ് ഫോർ ദ ലിവിങ് ക്രീച്ചേഴ്സ്. അല്ലാഹു ജീവജാലങ്ങൾക്ക് ഭൂമിയെ പടച്ചു എന്നല്ല പറഞ്ഞത്, ഭൂമിയെ ജീവജാലങ്ങൾക്ക് വേണ്ടി പടച്ചു എന്നാ ആദ്യം പറഞ്ഞ വാക്ക് ഭൂമി എന്ന. അറബി ഗ്രാമർ അനുസരിച്ച് ഭൂമി പിന്നെ വരേണ്ടത് വലഅ അൽ അർള ലിൽ അനാം. വൽ അർള വലഅഹാ ലിൽ അനാം എന്നതിനെ വലഅ അൽ അർള ലിൽ അനാം, ഭൂമിയെ ജീവജാലങ്ങൾക്ക് വേണ്ടി പടച്ചു. പക്ഷേ അള്ളാഹു എന്ത് ചെയ്തു? വൽ അർള, ഭൂമി എന്ന വാക്കിനെ ആദ്യം കൊണ്ടുവന്നു. വൽ അർള ആൻഡ് ദ എർത്ത്. അവിടെ ഒരു അറ്റൻഷൻ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഭൂമി, വലഅഹ, ഭൂമിയെ അള്ളാഹു ഡിസൈൻ ചെയ്തത് ലിൽ അനാം, ജീവികൾക്ക് ജീവിക്കാൻ കഴിയുന്ന ചുറ്റുപാടിലാണ്. ചൊവ്വയെ സംബന്ധിച്ച് നമുക്ക് പലതും രസകരമായ പല ഇൻട്രസ്റ്റിംഗ് ടൂറിസം ഒക്കെ നമുക്ക് പറയാം, നല്ല രസമാണ്. ഹോസ്പിറ്റൽ കിട്ടൂല, മസാജ് ചെയ്യാൻ ഇടമില്ല, കുളിക്കാൻ സ്ഥലമില്ല, ഉറങ്ങാൻ കഴിയുമോ? ടെമ്പറേച്ചറിൻ്റെ കഥ എന്താ അറിയില്ല. കടൽ കാറ്റുണ്ടോ? ഇല്ല. ചെടികളുണ്ടോ? വൃക്ഷങ്ങളുണ്ടോ? രാവുണ്ടോ? പകലുണ്ടോ? സൂര്യനെ കാണുന്നുണ്ടോ? ചന്ദ്രനെ കിട്ടുന്നുണ്ടോ? നക്ഷത്രങ്ങളുടെ ഇതെന്താണ്? ഭൂമിയിൽ വെള്ളമുണ്ടോ? ചെളിയുണ്ടോ? ആ മണ്ണ് ഫെർട്ടൈലാണോ? ഇതിനൊന്നും ഉത്തരമില്ല. ഓക്സിജൻ ബാഗേറ്റ് ഗുളികയും പിടിച്ച് പോകാൻ പറ്റുമെന്ന് മാത്രമേ നമ്മളിപ്പോൾ ചിന്തിച്ചിട്ടുള്ളൂ. ഭൂമി അങ്ങനെയാണോ? എത്ര മനോഹരമാണ്. നമ്മൾ ചൂട് കൊണ്ട്, ഇന്നൊക്കെ ചൂട് 45 ഡിഗ്രിയൊക്കെ കാണിച്ചത് അല്ലേ, വണ്ടിയിലൊക്കെ 45 ഡിഗ്രി ചൂട്. ഇനി ഇതാ തണുപ്പ് വരും, ഒരു മാസം കഴിഞ്ഞാൽ ചൂടങ്ങ് കൂടിയിട്ട് മടുത്തിങ്ങനെ നിൽക്കുമ്പോൾ അതാ അടുത്ത കാലാവസ്ഥ മാറുന്നു, അത് കഴിഞ്ഞ് മറ്റൊരു കാലാവസ്ഥയിലേക്ക് മാറുന്നു. രാവും പകലും സൂര്യോദയവും സൂര്യാസ്തമയമൊക്കെ എത്ര മനോഹരമാണ്, എത്ര മനോഹരമാണ് സൂര്യാസ്തമയം, സൂര്യോദയം. ഇതൊക്കെ നമ്മൾ ഇട്ടേച്ചിട്ട് ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ മനുഷ്യൻ പൊയ്ക്കോട്ടെ, പക്ഷേ ഭൂമിയെ ഞങ്ങൾക്കിനി വേണ്ട എന്ന് പറയണ്ട. വൽ അർള വലഅഹാ ലിൽ അനാം, ഓക്സിജനും വായുവും ടെമ്പറേച്ചറും കൃത്യമായി അള്ളാഹു സംവിധാനിച്ച ഒരു ഇടം ഭൂമിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. ഇതൊന്നും അറിയാത്ത ഒരാൾ പടച്ചതല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പടച്ചവൻ തന്നെയാണ് ഇത് സംസാരിക്കുന്നത്. വൽ അർള വലഅഹാ ലിൽ അനാം. ഈ അസ്മാഉകളിലൂടെ 3 എണ്ണമാണ് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, അള്ളാഹു ഉണ്ട്, അള്ളാഹു ഏകനാണ്, അവൻ സമ്പൂർണനാണ്, അള്ളാഹു ഖാമിലാണ്. ഖാമിൽ, എല്ലാം പൂർണ്ണതയെത്തിയവൻ, അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹു ഖാമിലാണ്, അവൻ്റെ പരിപൂർണതയുടെ വിശേഷണങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹു പരിപൂർണതയുള്ളവനാണ്, ഒരു ന്യൂനതയുമില്ല, അവൻ ഏകനാണ്, അവൻ ഉള്ളവനാണ്. ഇത് 3 അറിയുന്നത് അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ 3-ൽ ഓരോ ആശയത്തെയും ഉറപ്പിക്കുകയാണത്. അള്ളാഹു ഖാലിഖാണ്. യഅമൽ ലിവജ്ഹി വാഹിദിൻ യക്ഫികൽ വുജൂഹ കുല്ലഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു മുഖത്തിന് മാത്രം പണിയെടുത്തോളൂ, ഒരാൾക്ക് മാത്രം. യക്ഫികൽ വുജൂഹ കുല്ലഹാ, മറ്റെല്ലാ മുഖങ്ങൾക്കും
പകരം നിൽക്കാനും അവരെയൊക്കെ നിയന്ത്രിക്കാനും ഈ ഒരാൾക്ക് കഴിയും. ഒരാളെ നിങ്ങൾ ആരാധിച്ചോളൂ, യഅ്മൽ, ഒരാൾക്ക് വേണ്ടി പണിയെടുത്തോളൂ, ബാക്കിയുള്ളവരൊക്കെ അവൻ നിയന്ത്രിച്ചോളൂ. യഅ്മൽ ലിവജ്ഹിൻ വാഹിദ്. ജനങ്ങളുടെ എല്ലാവരുടെയും കയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു നുണ പറയാം, അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനം പറയാം. അങ്ങനെയാണോ വേണ്ടത്? ജനങ്ങൾ മുഴുവൻ ചീത്ത പറഞ്ഞു വിചാരിക്കുക, പക്ഷെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അവൻ്റെ ശരീഅത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അത് മതി. യക്ഫിക്കൽ വുജൂഹ കുല്ലഹ, ബാക്കിയുള്ളതിനെ മുഴുവനും നിയന്ത്രിക്കാൻ ആ ഒരുത്തിന് കഴിയും. അതുകൊണ്ട് ആ ഒരുത്തിന് വേണ്ടി പണിയെടുത്താൽ മതി. ഖാലിഖിന് വേണ്ടി ജീവിക്കുക. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ അള്ളാഹു, സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടിയെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. അങ്ങനെയല്ലേ? സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടിയെ അനുസരിക്കേണ്ടതില്ല. നമ്മുടെ പരമമായ അനുസരണ ആർക്കാണ്? ഖാലിഖായ അള്ളാഹുവിനാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കേണ്ട ഒരു വലിയൊരു പോയിന്റാണ്. ഖാലിഖിനെ മനസ്സിലാക്കി ജീവിക്കുക. അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അവന് നമ്മൾ മനസ്സ് കൊടുത്താൽ, നമ്മുടെ ഖൽബ് അവനെ ഏൽപ്പിച്ചാൽ, നമ്മൾ തവക്കുല് ചെയ്തു, നമ്മൾ അവനെ ഏൽപ്പിച്ചു, നമ്മൾ അവന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, അവൻ്റെ തൃപ്തി മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ. ബാക്കിയുള്ള ട്രോളൊന്നും നമുക്ക് വിഷയമല്ല. അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തണം. ആരിഞ്ഞ് എന്ത് കളിയാക്കിയാലും, എന്ത് പരിഹസിച്ചാലും, എന്ത് എഴുതി വിട്ടാലും ഹല്ലി വല്ലി, പടച്ച തമ്പുരാൻ ഇഷ്ടമുള്ളതാണോ നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത്. ബാക്കി ലോകം മുഴുവൻ ഇളകിയെന്ന് വിചാരിക്കുക, എന്ത് വരാൻ പോകുന്നു? ഒന്നും സംഭവിക്കൂല. അള്ളാഹു നിശ്ചയിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. ഈ ഒരു ഈമാനിലേക്ക് മുഅ്മിനെത്തും. അപ്പോൾ മുഅ്മിന് സമാധാനം ഉണ്ടാവും. ഏതൊരു അസുഖത്തിൻ്റെയും കാരണം മനസ്സിൻ്റെ പ്രശ്നമാണ്. അറിയാലോ, ഡോക്ടർമാർ പ്രഷറും ഷുഗറും കൂടി, എന്താ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കൂ അല്ലേ? അറ്റാക്ക് വന്നു, എന്തേ വല്ല ടെൻഷൻ ഉണ്ടായോ? സ്ട്രോക്ക് വന്നു, എന്തേ ഉമ്മാക്ക് വല്ല ടെൻഷൻ എന്തേലും അടിച്ചോ? സ്കിൻ പ്രോബ്ലം വരെ മനുഷ്യന് ടെൻഷനാണ്. അൾസർ മനുഷ്യന് ടെൻഷൻ കൊണ്ടുവരുന്നതാണ്. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരും ടെൻഷൻ ഉണ്ടായാൽ. മനുഷ്യൻ്റെ ഇൻറ്റേർണൽ ഓർഗാൻസ് തകരാറിലാകുന്നു ടെൻഷൻ അടിച്ചാൽ. അപ്പോൾ എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്? മനുഷ്യൻ്റെ ഖൽബിലാണ്. അവിടെ സമാധാനമായ ബാക്കിയൊക്കെ സമാധാനമാണ്. അമേരിക്കയിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ഒരു ദീനിൻ്റെ ദാഴി, ഒരു പ്രബോധകൻ പോയ അനുഭവമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഹാർട്ട് സർജറിക്ക് വിധേയനാവുകയാണ്. അപ്പോൾ സർജറി നടക്കുന്നതിന് മുമ്പ് അവിടെ ഒരു നേഴ്സ് വന്നിട്ട് അവിടെ കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് വളരെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ആ റൂം. അപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു, എന്താ സംഭവം, പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ? ആശുപത്രിയിൽ ഒരു മേജർ സർജറി നടക്കുന്ന റൂം ഇങ്ങനെ ഇത്ര മനോഹരമാക്കി, വളരെ കാണാൻ ഭംഗിയാക്കി. അങ്ങനെ ഈ നേഴ്സ് ഇയാളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഉണ്ട്. എന്താണ് അസുഖം? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, എന്താണ് നിങ്ങളുടെ അസുഖം? പറഞ്ഞു, എൻ്റെ ഹാർട്ടിന് പ്രശ്നമുണ്ട്. ആരാ ഡോക്ടർ? ഡോക്ടറുടെ പേര് പറഞ്ഞത്. ഓ, അദ്ദേഹമാണോ? അത്രയും പ്രായമുള്ള നല്ല ഒരു പരിചയസമ്പന്നനായൊരു ഡോക്ടർ ഈ നാട്ടിലില്ല. 20,000 മേജർ സർജറീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹാർട്ട് ഓപ്പറേഷൻ മുഴുവൻ സക്സസ് ആണ്. 20,000 ഓപ്പറേഷൻ, അതിലൊന്നും ഫെയിലിയർ ആയിട്ടില്ല. നിങ്ങളുടെ ഒരു ഭാഗ്യം നോക്കണേ, അങ്ങനത്തെ ഡോക്ടറല്ലേ നിങ്ങൾക്ക് കിട്ടിയത്. സർജറി കഴിഞ്ഞു, റാഹത്തായിട്ട് കഴിഞ്ഞു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇത് നേഴ്സായിരുന്നില്ല, ഇതൊരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. സത്യത്തിൽ രോഗിക്ക് പ്രതിരോധമുണ്ടാവണമെങ്കിൽ മനസ്സിന് ഉറപ്പ് വേണം. രോഗിക്ക് രോഗം പെട്ടെന്ന് ശിഫയാവണമെങ്കിലും മെൻ്റൽ ഹെൽത്ത് അനിവാര്യമാണ്. ആ മെൻ്റൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാൻ വലിയ ശമ്പളം കൊടുത്ത് ഹോസ്പിറ്റലുകാരെ നിർത്തിയ എംപ്ലോയിയാണ് ഈ നഴ്സിൻ്റെ വേഷം കെട്ടി വന്നത്. സത്യത്തിൽ ഒരു രോഗിയുടെ അരികത്ത് വന്നവർക്ക് കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് കൊടുക്കലാണ് ഇവരുടെ ജോലി. എന്തേ? രോഗങ്ങൾ മുഴുവനും കിടക്കുന്നത് മനുഷ്യൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഡോക്ടേഴ്സ് പറയും, ഒന്ന് ട്രാവൽ ചെയ്യണം കേട്ടോ, റൂമിൽ തന്നെ അടങ്ങിയിരിക്കുമ്പോൾ മ്ലാനത വരും, സ്ട്രെസ്സ് വരും. വലിയൊരു ടാസ്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹോളിഡേ എടുക്കണം, ഒരു വെക്കേഷൻ പോകണം. ഹാർട്ടൊക്കെ ഒന്ന് റിലീസ് ആവണമെങ്കിൽ ഒരല്പം നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടണം. എന്തേ?
മനസ്സിലാണ് ശരീരം മുഴുവൻ അള്ളാഹു ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് മോഡേൺ സയൻസ് മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതാണ്. ഈ മരുന്ന് കൊടുക്കുന്നതോടൊപ്പം അവരുടെ മനസ്സിനെ ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ വരാതെ മനുഷ്യനെ സംരക്ഷിക്കാൻ കഴിയും. ആ മനസ്സ് സംതൃപ്തമാണെങ്കിൽ ഒരു മുഅ്മിനായ മുവഹിദായ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന പടച്ചതമ്പുരാൻ അംഗീകരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയം സംതൃപ്തമാണ്, റാഹത്താണ്. ട്രാജഡി ഉണ്ടാകാം, പക്ഷേ ഇളകൂല. വലിയ തകർച്ചയിലേക്ക് പോയേക്കാം, പക്ഷേ തൂങ്ങി മരിക്കൂല. ഒരുപക്ഷെ കടുത്ത പ്രതിസന്ധിയിലൂടെ ജീവിതം കടന്നു പോയേക്കാം എന്ന് വിചാരിച്ച് ട്രെയിനിന് തലവെക്കണെ കുറിച്ചൊന്നും അയാൾ ആലോചിക്കുക പോലുമില്ല. അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഈ ഒരു കോൺഫിഡൻസ്, ഈ ഒരു ആത്മവിശ്വാസം എന്തുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യന് കിട്ടുന്നു? അവനെ പടച്ച സ്രഷ്ടാവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, അവൻ തന്ന മാനുവലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, അവൻ അയച്ച നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഞാൻ എന്ത് ടെൻഷൻ അടിക്കണം? മുഅ്മിന്റെ ഖൽബ് അങ്ങനെയാണ്. യഅമൽ ലിവജ്ഹിൻ വാഹിദിൻ യക്ഫികൽ വുജൂഹ കുല്ലഹാ. അതുകൊണ്ട് ഒരാളെ നിങ്ങൾ നോക്കിക്കോ, ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുത്തോളൂ, ബാക്കി എല്ലാവരെയും സംരക്ഷിക്കാനും എല്ലാവരിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകാനും ആ ഒരുത്തന് കഴിയുമല്ലോ. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ഫതകൂന മിനൽ മുഅദ്ദബീൻ. അതുകൊണ്ട് അല്ലാഹുവിനെ അല്ലാതെ മറ്റാരോടും ഒരു മുഅ്മിനായ മനുഷ്യന് പ്രാർത്ഥിക്കാനോ ഇബാദത്ത് ചെയ്യാനോ പാടില്ലാത്തതാണ്. അങ്ങനെ തന്നെയല്ലേ അള്ളാഹു നൽകുന്ന അള്ളാഹുവിൻ്റെ കഴിവ് അവനല്ലാതെ മറ്റാർക്കാണുള്ളത്? മുഅ്മിനീങ്ങൾക്ക് ഇസ്തിശ്ഫാ ചെയ്യാൻ കഴിഞ്ഞേക്കാം, ശുപാർശ ചെയ്യാൻ കഴിഞ്ഞേക്കാം, റെക്കമെൻഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം, പക്ഷെ കാര്യങ്ങൾ ചെയ്തു തരുന്നത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് കാര്യങ്ങളുടെ നിർവഹണം നിർവഹിക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോടാണ് മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയും ഇബാദത്തും എല്ലാം. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ഫതകൂന മിനൽ മുഅദ്ദബീൻ. അതുകൊണ്ട് ആർക്കാണോ ഇബാദത്ത് അർഹിക്കുന്നത് അവനാണ് അനുസരണ, അവനോടാണ് സ്നേഹം, അവനോടാണ് ആത്മാർത്ഥത, അവന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്. അള്ളാഹു ഖാലിഖാണ്, അവനാണ് പടച്ചത്, അള്ളാഹുവാണ് സൃഷ്ടികർമ്മം നിർവഹിച്ചത്. ഖാലിഖ്, ബാരി, മുസവ്വിർ, മൂന്ന് ഇസ്മ വരും. അടുത്ത് നമ്മൾ മിക്കവാറും അൽ മുസവ്വിർ അല്ലെങ്കിൽ അൽ ബാരി രണ്ടാലൊരു ഇസ്മിനെ സംബന്ധിച്ചായിരിക്കും ഇൻഷാ അള്ളാഹ്. ഖാലിഖ് എന്ന് പറഞ്ഞത് ഉള്ള ഒരു വസ്തുവിനെ ഷെയ്പ്പ് ചെയ്യാൻ ഖാലിഖ് എന്ന് പറയും. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാനും ഖാലിഖ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ബാരി എന്ന് പറഞ്ഞാൽ, അൽ ബാരിഉ യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവരുന്നവൻ അത് അല്ലാഹുവാണ്. അതിനെ ഷെയ്പ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു എഞ്ചിനീയർ ഡ്രോയിങ് തരുന്നു, ആ ഡ്രോയിങ് വെച്ചിട്ട് ഒരു കോൺട്രാക്ടർ ബിൽഡിംഗ് എടുക്കുന്നു. അവിടെ ബിൽഡിംഗ് ഇല്ലായിരുന്നു, ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ബാരിഇൻ്റെ വിശേഷണം. മനുഷ്യന്മാരെ പറ്റി ഇത് പറയാൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കുന്ന അള്ളാഹു തന്ന സാധനങ്ങളെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നു മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിനെ സംബന്ധിച്ച് ഉദാഹരണം പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഉദാഹരണം ഫിറ്റാവാനാ? പക്ഷെ ഉദാഹരിക്കാൻ വേണ്ടി മാത്രം പറയാം. അത് വന്നു, സ്ട്രക്ചറായി കഴിഞ്ഞു, ഖൽഖ് ചെയ്തു കഴിഞ്ഞു. ആദ്യം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയതിന് ഷേപ്പ് കൊടുത്തു. പില്ലറ്, കോളംസ്, വാൾസ്, വിൻഡോസ് ആൻഡ് ഡോർസ് എല്ലാം കൊടുത്തു. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഇത് വീടായോ, ബിൽഡിംഗ് ആയോ? ഇനി അതിനെ പ്ലാസ്റ്ററിങ് ചെയ്യണം, അതിനെ പെയിൻറ് ചെയ്യണം, അതിനെ ഡെക്കറേറ്റ് ചെയ്യണം, ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യണം. അതാണ് മുസവ്വിർ. ഇത് മൂന്നും ചെയ്യുന്നവനാണ് അല്ലാഹു ജല്ല ജലാലു. അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണമേ. ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅ്ബുദൂഹ്, എല്ലാ ചെറുതും വലുതും പടച്ചവൻ അല്ലാഹു ആണ്, അവനെ നിങ്ങൾ ആരാധിക്കണമേ. എവിടെയെല്ലാം അല്ലാഹു സൃഷ്ടിപ്പ് നടത്തി എന്ന് പറയുന്നുണ്ടോ അതിൻ്റെ പരിസരത്ത് അല്ലാഹു അവനെ നിങ്ങൾ ആരാധിക്കണം എന്നും പറയുന്നുണ്ട്. ഖുർആൻ ഇങ്ങനെ എടുത്തു നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. എവിടെയൊക്കെ ഖൽഖിനെ കുറിച്ചുള്ള പരാമർശമുണ്ടോ അവിടെയൊക്കെ ഇബാദത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. യാ അയ്യുഹൻ നാസു ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാഹു
فأنا تؤفكون يا أيها الناس അല്ലയോ മനുഷ്യരെ ഉദ്കുറൂ നിഅ്മത്തല്ലാഹി അലൈക്കും അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കേണമേ. നിങ്ങളൊന്ന് ഓർത്തു നോക്കി എന്തൊക്കെ അനുഗ്രഹങ്ങൾ അവൻ തരുന്നു. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു സ്രഷ്ടാവുണ്ടോ? നിങ്ങളൊന്ന് പറ, ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്? അല്ലാഹു അല്ലാതെ ആരാ ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ അതിന് പറയാൻ? യർസുഖുകും മിനസ്സമാഇ വൽ അർള്, ആകാശത്തിലും ഭൂമിയിലും നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നവനായി ഭക്ഷണവും പാർപ്പിടവും ഓക്സിജനും. ഇനി നാളെ മരിച്ചു കഴിഞ്ഞാൽ മണ്ണായി കിടക്കാൻ മണ്ണിലേക്ക് പോകുന്ന മണ്ണറയും ഖബറും ഇതെല്ലാം സംവിധാനിച്ചത് അല്ലാഹുവല്ലാതെ ആരാണ്? ലാ ഇലാഹ ഇല്ലാഹു, ആ സൃഷ്ടിച്ചവനല്ലാതെ ആരാധനക്കർഹരായിട്ട് ആരാ ഉള്ളത്? ഒരു പണി ചെയ്തത് വേറെ ആരോ ആണ്, എന്നിട്ട് സ്വന്തം പേര് എൻ്റെ അടിയിൽ ഒട്ടിച്ചു വിടുക. ഇതെന്ത് ന്യായമാണ്? ഇതാരെങ്കിലും അംഗീകരിക്കുമോ? ചെയ്തത് വേറൊരാളാണ്, സ്റ്റിക്കർ ഒട്ടിക്കാൻ മേലെ. ഹൽ മിൻ ഇലാഹ ഇല്ലാഹു ഫഅന്നാ തുഫകൂൻ, പടച്ചവനല്ലാതെ അല്ലാഹുവല്ലാതെ ആരാധ്യരുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ അത് നിങ്ങൾ കേൾക്കുകയോ അനുസരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ വഴിപിഴക്കുകയാണ്. എത്ര തുഫകൂൻ, തുഫക് ഇഫ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക എന്നാണ്. അല്ലാഹുവല്ലാത്ത സ്രഷ്ടാവോ അത് ജീവൻ നൽകാനും സംഹരിക്കാനും ഉണ്ടാക്കാനും നശിപ്പിക്കാനും ജീവൻ നൽകാനും മരണം നൽകാനും വേറെ വേറെ ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നതെല്ലാം തുഫകൂൻ, നിങ്ങളെ വഞ്ചിക്കുകയാണ്. ആ വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോവുകയാണോ? നിങ്ങളൊന്ന് ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നില്ലേ? എല്ലാ സങ്കുചിതത്തോടും മാറ്റിവെക്കുക, എല്ലാ വൈരാഗ്യവും വർഗീയതയൊക്കെ മാറ്റിവെക്കുക, എന്നിട്ട് ബുദ്ധി കൊണ്ട് ആലോചിക്കുക, ഞാൻ എന്താണ് ഈ വിശ്വസിക്കുന്നത്, ഞാൻ എന്താണ് ഈ പറയുന്നത്, അത് സത്യമാണോ, അത് ലോജിക്കാണോ? ഇതാണ് ഖുർആൻ ഇനി ഖിയാമത്ത് നാൾ വരെ പറയാൻ പോകുന്നതും ഇക്കാലം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ആ ലോജിക്ക് മനസ്സിലാവാത്തവർ ഇതെന്തോ ഭയങ്കര തീവ്രവാദമാണ് ഈ പറയുന്നത് എന്ന് പറയും. അത് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവരുടെ ദുന്യാവും നന്നാവും, അവരുടെ ആഖിറവും നന്നാവും. ഇതാണ് ഖുർആൻ്റെ മെസ്സേജ്. വേണ്ടവർക്കെടുക്കാം, അല്ലാത്തവർ തള്ളിക്കളയാം. അതാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദർ ഇസ് നോ കമ്പൽഷൻ ഇൻ ദ മാറ്റർ ഓഫ് റിലീജിയൻ. ആരും നിർബന്ധിക്കൂല, അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. ഇത് വ്യക്തമല്ലേ, ഇത്രയാണ് വിഷയം, വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ വേണ്ട. ഫഅന്നാ തുഫകൂൻ, ക്യാമറ കാണുന്നുണ്ട്, അപ്പോൾ അത് ഓവർ സ്പീഡ് ചെയ്ത് പോയാൽ ഫ്ലാഷ് ചെയ്യും, ഫൈന് വരും. ഇത് ഉറപ്പാണ്, ഒരു സംശയമില്ല. വേണമെങ്കിൽ സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്തോ, ഇല്ലെങ്കിൽ പോയിക്കോ, അത്രയേ ഉള്ളൂ. അതിൻ്റെ സഫറിങ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ദാറ്റ്സ് ഇറ്റ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദർ ഇസ് നോ കമ്പൽഷൻ. ക്യാമറയിലോടുത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിയുടെ ഓട്ടോ ബ്രേക്ക് ചെയ്യുക, അതൊന്നും ഉണ്ടാവില്ല. ക്യാമറ അവിടെ ഉണ്ടെന്നുള്ളൂ, നിനക്ക് പോകാം, നിൻ്റെ സ്പീഡ് നീയാണ് നിയന്ത്രിക്കേണ്ടത്. ഖുർആനിവിടെ വെച്ചിരിക്കാൻ, വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ നീ ആ വഴിക്ക് പോയിക്കോ. വളരെ വ്യക്തമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ. അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, അല്ലാഹു അധികാരം നൽകിയതിൽ പിന്നെ അഹങ്കാരം മനസ്സിലേക്ക് വന്ന നമ്രൂദിനോട് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം യുക്തിബദ്ധമായ ഒരു സംവാദം നടത്തിയത് അങ്ങ് കണ്ടില്ലയോ നബിയേ? ഇത് ഖാല ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബിയല്ലദീ യുഹീ വയുമീതാണ്. അപ്പോൾ പിന്നെ റൂഹ് നിലനിൽക്കൂല. അതല്ല, ശരിക്കും മരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരാളങ്ങോട്ട് കിടത്ത് അയാളുടെ ദേഹത്ത് തൊടാതെ ആ റൂഹിനങ്ങോട്ട് പുറത്തെടുക്ക്. അത് ആരെ കൊണ്ട് ചെയ്യാൻ പറ്റും? ഏത് മനുഷ്യനെ കൊണ്ട് ഖിയാമത്ത് നാൾ വരെ പറ്റൂല. നമ്രൂദ് പറഞ്ഞു എനിക്കും പറ്റും, കൊന്നതാ. അതല്ല മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, കൊല്ലൽ മനുഷ്യൻ്റെ ബോഡി സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യൽ മാത്രമാണ്. തൊടാൻ പാടില്ല ശരീരത്തിൽ. മരിപ്പിക്കാൻ കഴിയുമോ? മരിച്ചൊരു മനുഷ്യനിലേക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമോ? മനുഷ്യന്മാർ ആലോചിച്ചോട്ടെ, ശ്രമിച്ചോട്ടെ, നടക്കൂല. പക്ഷേ ഇബ്രാഹിം നബി അതിനൊന്നും പോയില്ല. അതിക്രമം കാണിച്ചവരെ ചിന്തകളോട്, ഫിലോസഫിയോട്,
യാഥാർത്ഥ്യങ്ങളോട് അതിക്രമം കാണിച്ചവർ, സുതാര്യമായ സത്യങ്ങളോട് അതിക്രമം കാണിച്ചവർ, അവരൊന്നും അള്ളാഹു ഹിദായത്തിലാക്കൂല. അള്ളാഹ് ഹിദായത്ത് കൊടുക്കണമെങ്കിൽ ആദ്യം തലച്ചോറൊന്ന് ശരിയാക്കി വെക്കണം എന്നതിനർത്ഥം. അല്ലാത്തവർക്ക് ഹിദായത്ത് കിട്ടുന്നില്ല. അത് കിട്ടുന്നത് ആർക്കാണ്? ബ്രെയിൻ കാര്യങ്ങളെ ഗ്രഹിക്കാൻ റെഡിയായി തയ്യാറായി നിൽക്കണം. അതിനാദ്യമേ പൊല്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആദ്യമേ ബ്രെയിൻ തകരാറിലാണ്. അങ്ങനത്തെവർക്ക് ഇങ്ങനെ കാര്യം മനസ്സിലാക്കാൻ. അള്ളാഹു ഖാലിഖാൻ, അള്ളാഹു ഖല്ലാഖാണ്. എല്ലാം ഒരുപാട് വലിയ വലിയ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നവനുമാണ് അള്ളാഹു. അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിത്ലഹും. യാസീൻ ബാക്കി എന്താണ്? ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ഖാലിഖിനെ അള്ളാഹു ഒന്നുകൂടെ ഒരു പടി മുന്നിൽ, ഖല്ലാഖ്. അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും എല്ലാം പടച്ചവനായ അള്ളാഹു മരിച്ചുപോയ മനുഷ്യ ശരീരത്തെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനല്ലയോ? മരിച്ചാൽ പിന്നെ തീർന്നു എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുക? ആദ്യമേ നിങ്ങളെ പടച്ചവനല്ലേ അവൻ രണ്ടാമത് നിങ്ങൾക്ക് വിചാരണയ്ക്ക് വേണ്ടി നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുമ്പോൾ എന്താ അത്ര വിഷമം മനസ്സിലാക്കാൻ? ഈ പ്രപഞ്ചം മുഴുവൻ പടച്ച അവനുണ്ടോ? നിങ്ങളുടെ ഈ ആകെ 1.5 മീറ്റർ, മാക്സിമം 2 മീറ്റർ താഴെ ഈ കാണുന്ന ഈ ഒരു ബോഡിയല്ലേ, ഇനി എത്ര മേലെ തര പോയാൽ ഇതിനെ പടക്കാൻ അവനെ കൊണ്ട് കഴിയില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ പ്രപഞ്ചമൊക്കെ അള്ളാഹു പടച്ചില്ലേ? ഭൂമിയെ പടച്ചില്ലേ? എന്താണ് ഈ ഭൂമി? ഇതിലെ വായു, അതിൻ്റെ പെർസെൻറ്റേജ്, അതിൻ്റെ ഗ്യാസുകൾ എന്തൊക്കെയാണ് ഈ അന്തരീക്ഷത്തിൽ കിടക്കുന്നത്, ഈ ടെമ്പറേച്ചറിൻ്റെ അത്ഭുതം, കാറ്റിൻ്റെ മൂവ്മെൻറ്റുകൾ, മേഘങ്ങൾ, ഇതൊക്കെ പടച്ച അല്ലാഹു. ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. തീർച്ചയായും ഹുവൽ ഖല്ലാഖുൽ അലീം, എല്ലാം അറിയുന്നവനും എല്ലാ തരത്തിലുമുള്ള സൃഷ്ടിപ്പ് നടത്താൻ കഴിയുന്നവനുമാണല്ലോ അല്ലാഹു. അങ്ങനത്തെ അല്ലാഹുവിന് മരിച്ചുപോയ മനുഷ്യർക്ക് ജന്മം കൊടുക്കാൻ, പുനർജന്മം നൽകാൻ എന്താണ് ഇത്ര പ്രയാസം? ഇത് മനസ്സിലാക്കാൻ എന്തേ യുക്തിവാദികളെ നിങ്ങൾക്ക് പ്രയാസം? അല്ലാഹു ചോദിക്കുകയാണ്. അല്ലാഹു ഖല്ലാഖാണ്, ചെറുതും വലുതിനൊക്കെ പടച്ചവനാണ് അല്ലാഹു. താരസമൂഹങ്ങൾ അല്ലാഹു പ്രപഞ്ചത്തിൽ പടച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് ഗാലക്സികൾ. ഒരു ഗാലക്സി കിടക്കുന്നത് 16,000 മില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറത്താണ്. 16,000 മില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കുഴങ്ങിപ്പോകും. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന കണക്ക് പ്രകാരം സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, അങ്ങനെ ഒരു വർഷം സഞ്ചരിച്ചാൽ എത്ര ദൂരം എത്തുന്നോ അതാണ് ഒരു പ്രകാശവർഷം, അല്ലേ? പ്രകാശം സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ ആ ഒരു പ്രകാശത്തെ ഒരു കൊല്ലം സഞ്ചരിക്കാൻ വിട്ടാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം പോകുന്നുണ്ട്. അപ്പോൾ 2 സെക്കൻഡ് 60 സെക്കൻഡ്, 1 മിനിറ്റായി. 60 മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ചകൾ, മാസം, കൊല്ലം, ഒരു വർഷം ഈ പ്രകാശം സഞ്ചരിച്ചാൽ എത്ര ദൂരം എത്തുന്നോ അതിനെയാണ് ഒരു പ്രകാശവർഷം എന്ന് പറയാം. കാരണം അവിടെ കിലോമീറ്റർ അളക്കാൻ പറ്റില്ല, മൈൽ അളക്കാൻ പറ്റില്ല അന്തരീക്ഷത്തിൽ, സ്പേസിൽ. 16,000 പ്രകാശവർഷമല്ല, 16,000 മില്യൺ പ്രകാശവർഷങ്ങൾ അകലെ കിടക്കുന്ന താരസമൂഹങ്ങളുണ്ട്. ഖല്ലാഖ്, അള്ളാഹു പടച്ചൂടെ? അള്ളാഹു ഇതിനൊക്കെ കഴിവുള്ളവരാണ്. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിലായി അതൊക്കെ വെറുതെ ഉണ്ടായതാണ്. ഇതൊക്കെ കൃത്യമായി എവിടെയും കൂട്ടുമുട്ടിയിട്ടില്ല. താരസമൂഹങ്ങൾ കൃത്യമായി കറങ്ങാണ്. അവിടെ കൊളീഷനും അവിടെ ബഹളവും അടിപിടിയൊന്നും അല്ല നടക്കുന്നത്. അവരൊക്കെ കൃത്യമായി അവരുടെ ഓർബിറ്റിലൂടെ കറങ്ങാണ്. അതിനൊക്കെ ഒരു സെന്ററുണ്ട്, ഓർബിറ്റുണ്ട്. കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. അവരൊക്കെ ഒരു സ്വിമ്മിങ് മോഷനിൽ കൃത്യമായ അവരുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ 2 കാലിൽ ഇങ്ങനെ എണീറ്റ് നിൽക്കാനും ഒരല്പം സയൻസൊക്കെ പഠിച്ചപ്പോൾ ഇതൊന്നും ഇപ്പോൾ ആരും ഉണ്ടാക്കിയതല്ല. എന്തൊരത്ഭുതം! അതുകൊണ്ടാണ് അഫില്ലാഹി ശക്കുൻ
ഈ പ്രപഞ്ചത്തിന് സ്രഷ്ടാവുണ്ട് എന്നതിലാണോ നിങ്ങൾക്ക് സംശയം എന്ന് അള്ളാഹു ചോദിച്ചത്. അഫില്ലാഹി ശക്ക്. ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ. പടച്ചോൻ തന്നെ വേണ്ടാന്ന് പറയേ. ഇതെത്ര വലിയ അത്ഭുതമാണ്. നിങ്ങൾ വേറെന്താ പേരിട്ട് വിളിച്ചോ, പക്ഷേ സ്രഷ്ടാവെന്നെ വേണ്ടാന്ന് പറയേ. അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്. അവനല്ലേ ഈ പ്രപഞ്ചം പടച്ചത്. അല്ല പിന്നെ ആരാ പടച്ചത് നിങ്ങൾ പറയേ. വെറുതെ ഉണ്ടാവോ? ഇല്ല. നിങ്ങളാണോ പടച്ചത്? അതുമല്ല. എന്നാൽ പിന്നെ മൂന്നാമതൊരാളാണ്, അത് അല്ലാഹുവാണ്, അത് ഞാനാണ്, എൻ്റെ നബിയാണിത്. ഞാൻ നിങ്ങളെ പടച്ചവനാണ്. നിങ്ങളുടെ ജനനം പോലും നിങ്ങൾ അറിഞ്ഞില്ല. നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ ശരീരം ഞാനാണ് ഡെവലപ്പ് ചെയ്തെന്നത്. എന്നിട്ട് നിങ്ങൾ പറയാ ഞാനില്ല എന്നല്ലേ. വാപ്പയെ കൈപിടിച്ച് വളർത്തിയിട്ട് പറയാം വാപ്പ നിങ്ങളെൻ്റെ വാപ്പയല്ല. എങ്ങനെ ഉണ്ടാവും? ഇതാണ് യുക്തിവാദത്തിൻ്റെ പച്ചയായ മുഖം. ഇത് കേൾക്കാൻ നല്ല രസമാണ്. കാരണം ആരോടും ബാധ്യതയില്ലല്ലോ. സ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും സ്വർഗ ഭോഗവും ഒക്കെ ആയിട്ട് നടക്കാം. ഞങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്ക് ആരെയും നിയന്ത്രിക്കാൻ, ഞങ്ങൾ ആരെയും നിയന്ത്രിക്കരുത്. ഓക്കെ, റോഡിലൂടെ അങ്ങനെ നടക്കാൻ ധൈര്യം ഉണ്ടാവില്ല, കാരണം ട്രാഫിക് റൂൾസ് ഉണ്ട്. ഒരു ഗവൺമെൻറ് ഓഫീസിൽ അങ്ങനെ നടക്കാൻ കഴിയില്ല, അവിടെ നിയമമുണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ റൂൾസ് ഇല്ലാതെ നടക്കാൻ പറ്റൂല. യെല്ലോ റെഡും കിട്ടും, സസ്പെൻഷനും കിട്ടും, ഫൈനും കിട്ടും. ജീവിതത്തിന് മാത്രം റൂൾസ് ഇല്ല. തമാശയാണ്. അതുകൊണ്ടാണ് യുക്തിവാദം വലിയൊരു തമാശയാണ്. അവർക്ക് പോലും അറിയില്ല ഞങ്ങൾ എന്താണ് ഈ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അഫില്ലാഹി ശക്ക് ഹുവൽ ഖല്ലാഖുൽ അലീം. ഈ ഭൂമിയെ തന്നെ നമ്മൾ മനസ്സിലാക്കി തീർന്നോ? എത്ര അത്ഭുതങ്ങളുണ്ട്. ആമസോൺ, അപ്പോൾ കേൾക്കുമ്പോൾ ആമസോണിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നപ്പോൾ കാണുന്നത് അല്ലേ. ആമസോൺ ഒരു നദിയുടെ പേരാണ്, സൗത്ത് അമേരിക്കയിലെ. ലോകത്തെ ഏറ്റവും നീളമുള്ള നദി നൈലാണോ ആമസോൺ ആണോ? ഡിബേറ്റ് ഉണ്ട്. ചിലർ പറയും ആമസോണാണ്. ഒരു സെക്കൻഡിൽ ആമസോൺ നദിയിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന വെള്ളം 3 ലക്ഷം ക്യൂബിക് മീറ്ററാണ്. 3 ലക്ഷം ക്യൂബിക് മീറ്റർ. എവിടെയാണ് ഇതിൻ്റെയൊക്കെ സ്റ്റോറേജ് വെച്ചിട്ടുള്ളത്? പഠിച്ചോൺ 6992 കിലോമീറ്റർ ഈ നദി ഒഴുകാണ്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ കൊണ്ടുപോയി അവസാനിക്കുകയാണ്. ആ സമുദ്രത്തിൽ തന്നെ ഒരു 56 കിലോമീറ്റർ സമുദ്രജലം കൂടിച്ചേരാതെ ആമസോൺ കടലിനുള്ളിലേക്ക് പോകുന്നുണ്ട്. ഏകദേശം ഒരു 56 കിലോമീറ്ററെങ്കിലും മിനിമം സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക്. 6000-ലേറെ കിലോമീറ്റർ, 6990, ഏകദേശം 7000 കിലോമീറ്ററായി ഒഴുകുന്ന നദിയാണ്. ഒരു സെക്കൻഡിൽ കടന്നു പോകുന്നത് 3 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണ്. അത്ഭുതമല്ലേ ഇത്? ആരാണ് ഇതിൻ്റെയൊക്കെ സ്റ്റോറേജ് വെച്ചത്? വലിയ വലിയ മലമുകളിൽ നിന്നാണ് വെള്ളച്ചാട്ടം. നമ്മുടെ വീടിൻ്റെ ടാങ്കൊക്കെ വെള്ളമടിക്കണമെങ്കിൽ തന്നെ എത്രയാ കറണ്ട് ബില്ല്? വെള്ളച്ചാട്ടങ്ങൾ വലിയ അത്ഭുതമാണ്, കാണാൻ രസമാണ്. പക്ഷേ ഈ വെള്ളം ഒഴുകുന്ന ഫോഴ്സ് എത്രയാ? നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ ഒരു പൈപ്പിന് ലീക്ക് വന്നാൽ എത്ര പെട്ടെന്ന് ടാങ്ക് കാലിയാവും? അത് എത്ര കുറച്ച് വെള്ളം ഉണ്ടാവും? എത്ര ക്യൂബിക് മീറ്റർ വെള്ളമാണ് രാവും പകലുമില്ലാതെ. കാഴ്ചക്കാർ വന്നിട്ടുണ്ടോ, ടൂറിസ്റ്റ് മുമ്പിലുണ്ടോ എന്ന് നോക്കാതെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയല്ലേ. ടൂറിസ്റ്റുകൾ വരുമ്പോഴല്ലല്ലോ ഇത് ചാടുന്നത്. അപ്പം എത്രയാണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി? എങ്ങനെയാണ് ആ വെള്ളത്തെ അള്ളാഹു കൃത്യമായ അള്ളാഹുവിൻ്റെ ഒരു തരം ബാലൻസ്, അത് ഗ്രാവിറ്റി, പുഷ് ആൻഡ് പുൾ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് എനിക്കറിയില്ല. ഭൂമിക്കുള്ളിൽ നിന്നും മേലോട്ട് കടത്തി കൊണ്ടുപോയി അവിടെ നിന്ന് താഴോട്ട് അള്ളാഹു വിടുകയാണ്. നമ്മളൊരു ഫോട്ടോ എടുത്ത് സെൽഫി എടുത്തിട്ട് പോരും. എത്ര വലിയ മുഅ്ജിസത്താണ് നമ്മളാ കാണുന്ന വെള്ളച്ചാട്ടം. എന്നിട്ട് നിങ്ങൾ പറയാം ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ്, ഇതിനൊന്നും ആളാവശ്യമില്ല. യാ അല്ലാഹ്, അറ്റ്ലാന്റിക് ഓഷ്യനിൽ ആമസോൺ നദി 85 കിലോമീറ്ററാണ് പരസ്പരം ഉപ്പുജലം കലരാതെ കടലിനുള്ളിലേക്ക് കടന്നു പോകുന്നത്. 6992 കിലോമീറ്റർ ഒഴുകി വരുന്ന ആമസോൺ, അത് അത്ഭുതമല്ലേ? കിണറുകൾ അത്ഭുതമല്ലേ? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ.
ഭൂമിയിലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ. ആ വെള്ളത്തെ അവിടെ നിർത്തിയത് അള്ളാഹുവാണ്. അവിടെ പ്ലാസ്റ്റിക് ഇട്ട് കോൺക്രീറ്റ് ഇട്ടിട്ടൊന്നുമില്ല പടച്ചോൻ. ആ വെള്ളത്തിന് താഴേക്ക് പോകാൻ പറ്റും. കിലോമീറ്ററുകളോളം ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും ഭൂമിയിലെ ഈ വെള്ളത്തിന്. പക്ഷെ നമ്മൾ കിണർ കുഴിച്ചാൽ അവിടെ നിർത്തിയിരിക്കുകയാണ് പടച്ചോൻ ആ വെള്ളത്തെ. ഖുൽ, പറയൂ നബിയെ, ചോദിക്കൂ, അറഅയ്തും, നിങ്ങൾ പറഞ്ഞുതാ, ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങളുടെ കിണറുകളിലെ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ, ഭൂമി ആണ്ടു എന്ന് വിചാരിക്കുക, ഭൂമി താഴേക്ക് ഇനിയുണ്ടല്ലോ ഒരുപാട്, ആ വെള്ളം താഴ്ന്നു എന്ന് വിചാരിക്കുക. കിണർ കുത്തി വെള്ളം കണ്ടു, നമ്മളപ്പോൾ ശർക്കരയും അവലൊക്കെ ഇട്ടിട്ട് വെള്ളം കൊടുക്കും സന്തോഷം കൊണ്ട്. മാഷാ അല്ലാഹ്, വെള്ളം എന്ന് പറഞ്ഞാൽ മണലിൽ വെച്ചാൽ താഴേക്ക് പോകുന്ന സാധനം. ആ കിണറിൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യമില്ല, അതിന് താഴേക്ക് പോകാം. പക്ഷേ നമുക്ക് കുടിക്കാൻ വേണ്ടി വേണ്ട അളവിൽ അള്ളാഹു ഇങ്ങനെ പൊക്കിത്തരാണ്. ഉറവ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു വരവങ്ങ് വന്ന വീട് മൊത്തം നാട് മൊത്തം വെള്ളത്തിലാവൂലേ? ആ കിണറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രേ അള്ളാഹു വിടുന്നുള്ളൂ വെള്ളം. അള്ളാഹ് ചോദിക്കുകയാണ്, ഈ വെള്ളമെങ്ങാനും ഞാൻ ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ത്തിക്കളയുകയായിരുന്നുവെങ്കിൽ ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് ആര് കൊണ്ടുവന്നു തരും? പുഴ തന്നെ സങ്കല്പിക്കുക. പുഴയുടെ വെള്ളത്തിന് താഴേക്ക് പോകാലോ, പൊയ്ക്കൂടെ, ഡിസപ്പിയർ ആവാലോ. കരയിലേക്ക് മണ്ണിനുള്ളിലേക്ക് വെള്ളം കയറി പോയി പുഴ വറ്റാം. പക്ഷെ അത് വറ്റാതെ നിൽക്കുകയാണ്. കുറേ കാലാവസ്ഥയിൽ വെള്ളം നിൽക്കുകയാണ്. പുഴയിൽ, കിണറ്റിൽ വെള്ളം നിൽക്കുന്നുണ്ട്, കായലിൽ വെള്ളം നിൽക്കുകയാണ്. ഭൂമിൻ്റെ അടി അള്ളാഹു കോൺക്രീറ്റ് ചെയ്ത് വെച്ചതല്ല. ആരാ ഇതൊക്കെ ചെയ്തത്? എന്നിട്ട് പറയാം, ഇതിനൊന്നും ആവശ്യമില്ല, അതൊക്കെ ഇങ്ങനെ സാധാരണ അങ്ങനെ ഒറ്റക്ക് ഉണ്ടാകുന്നതാണ്. ഇത് ഈ പറയുന്ന ഇതിൻ്റെ പേരാണ് യുക്തിവാദം എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചത്തിന് പടച്ചവൻ്റെ ആവശ്യമില്ല, ഇതൊക്കെ താനേ ഉണ്ടായതാണ് എന്ന് പറഞ്ഞ് മനുഷ്യനെ പഴപ്പിക്കുകയും ഒരൽപ്പകാലത്തേക്ക് വന്ന മനുഷ്യ ജീവിതത്തെ അർത്ഥശൂന്യമാക്കുകയും ചെയ്യാൻ പൈശാചിക ഇടപെടൽ എന്ന് ഞാൻ പറയുന്നു. ഇത് മനുഷ്യബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമില്ല. കാരണം അത്രയും ഫൂളിഷ്നെസ്സാണ് ഈ പറയുന്നത്, അബദ്ധമായത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പിശാച് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. പിശാച് ചോദിക്കും, ആരാ ഇത് പടച്ചത്? അല്ലാഹ്. ഇതാരാ പടച്ചത്? ഫമൻ ഖലഖൽ ജിബാൽ, പർവ്വതത്തെ ആരാ പടച്ചത്? അല്ലാഹ്. ഫമൻ ഖലഖല്ലാഹ്, ആരാണ് അല്ലാഹുവിനെ പടച്ചത് എന്ന് ചോദിച്ചാൽ, ഖുൽ, നിങ്ങൾ പറയണം, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വറുസുലിഹി, അവൻ്റെ പ്രവാചകന്മാരെയും ഞാൻ വിശ്വസിച്ചു, ഫൽയൻതഹി, ആ ചിന്ത അവിടെ നിർത്തിയേക്കണം എന്ന് പറഞ്ഞു. ഒരു ഭാഗം നിർത്തരുത്, ഞാൻ പറഞ്ഞ് അവസാനിച്ചിട്ടില്ല, കട്ട് ചെയ്ത് ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ടില്ല. ഇനി ചിന്തിക്കരുതെന്നാണോ ഈ പറഞ്ഞതിനർത്ഥം? അല്ല. ചിന്തയെ മുറിച്ചു വെച്ചു എന്നാണോ ഇതിനർത്ഥം? അല്ല. രണ്ട് നിലക്ക് സംശയം വരാം. ഒന്ന്, പൈശാചികമായൊരു തോന്നല്. നമ്മുടെ ബുദ്ധി കൊണ്ട്, ലോജിക്ക് കൊണ്ട് ചിന്തിച്ചാൽ അതിന് ഉത്തരമുണ്ട്. പക്ഷെ വെറുതെ ഒരു തോന്നൽ മനസ്സിലേക്ക് വരുന്നു, വസ്വാസായിട്ട് വരുന്നു. ഞാനത് വിശദീകരിക്കാം. വസ്വാസാണെങ്കിൽ ഫൽയൻതഹി, അവിടെ നിർത്തണം. കാരണം വസ്വാസിന് ആൻസർ ഇല്ല. ഖുൽ ആമൻതു ബില്ലാഹ് അൽ അഹദിസ് സ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയണം, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സ്രഷ്ടാവിൽ വിശ്വസിച്ചിരിക്കുന്നു. അല്ലദീ ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ല, അവൻ ഏകനാണ്, ഒരുത്തനാണ്, അവന് തുല്യരായിട്ട് ആരുമേ ഒന്നുമേ ഇല്ല. അതാണ് ലോജിക്. ലോജിക്ക് കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ചിന്തയിലൂടെ ആൻസർ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് ലോജിക്കൽ തിങ്കിങ് അല്ല, ഇതൊരു വസ്വാസാണ്. എങ്കിൽ ഇതൊരു പൈശാചികമായ ചിന്തയാണ്. അല്ലാഹു, ഞാൻ എന്തായി ചിന്തിച്ചത്? പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഒരേ ഒരുത്തനായ, അവനെ മറ്റൊരാൾ പടച്ചിട്ടില്ലാത്ത ഒരുത്തനിൽ സൃഷ്ടികർമ്മം എത്തി നിൽക്കണം. അവനെ പിന്നെ ആര് പടച്ചു ചോദ്യം വരാൻ പറ്റില്ല. കാരണം സൃഷ്ടികൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു, പിന്നെ അത് ഉണ്ടാക്കിയ ഒരാൾ വേണം. അവനുണ്ടാക്കിയതാരാ, അവനുണ്ടാക്കിയതാരാ, ഇങ്ങനെ പോയാൽ അനന്തമായ, ഉത്തരമില്ലാത്ത അനന്തമായി തുടരും. അതൊരിക്കലും സാധ്യമല്ല, അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? വസ്തുത നടന്നു കഴിഞ്ഞല്ലോ, സൃഷ്ടികർമ്മം നടന്നു കഴിഞ്ഞില്ലേ. പിന്നെ ആരാലും ഉണ്ടാക്കപ്പെടാത്തവനായ, അവനായിട്ടൊരു കാരണം വേറെ വേണ്ടാത്ത
ഒരാൾ, ഒരു മുസബ്ബിബ് വേണം, അവനാണ് അല്ലാഹു. അവിടെ നിങ്ങൾ ചിന്തിക്കണം. നേരെ മറിച്ച് ഇതൊരു വസ്വാസായിട്ട് വരികയാണ്. ഫൽ യൻതഹി, ഞാനിപ്പോൾ എന്തായി ചിന്തിച്ചത്? നിങ്ങൾ അവിടെ നിർത്തണം. അത് പൈശാചികമായ വസ്വാസാണ്. അത് സ്വഹാബികൾക്കുണ്ടായിട്ടുണ്ട്. സ്വഹാബികൾ അതിനെപ്പറ്റി നബി തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. الخالق അല്ലാഹുവാണ്. ഖാലിഖ് ഒരുപാടുണ്ടാവും. അള്ളാഹുവിൻ്റെ ഇസ്മിൽ ഖൽഖ് എന്ന് പറഞ്ഞ വിശേഷണം ഉള്ള ഒരു വസ്തുവിനെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നതിനും ഖൽഖ് എന്ന് പറയും. ഇല്ലാത്തത് ഉണ്ടാക്കുന്നതിനും ഖാലിഖ് എന്ന് പറയും. ബാരി എന്ന് പറഞ്ഞ അത് മാത്രമാണ് ഇതിനർത്ഥം. ഖൽഖിന് രണ്ടർത്ഥവും വരും. മനുഷ്യരിൽ സൃഷ്ടിപ്പ് നടത്തുന്നു. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ചെയർ, നമ്മൾ ഇരിക്കുന്ന ചെയർ അല്ലേ, ഈ സ്റ്റാൻഡ്, സ്പീക്കിംഗ് സ്റ്റാൻഡ്, ഇതിപ്പോൾ ഒരു ആശാരി ഉണ്ടാക്കിയതാണ് ഖാലിഖ്. ആരാതുണ്ടാക്കിയത്? മൻ ഖലഖ ഹാദ അൽ മിമ്പർ. ഇതാരാണ് ഉണ്ടാക്കിയത്? അപ്പോൾ പറയും അന്നജ്ജാർ, ഇതൊരു കാർപ്പൻ്ററാണ്. അതെയോ? മൂപ്പരെന്തേ ചെയ്തത്? മൂപ്പര് മരെടുത്തു, പിന്നെ മെഷർ ചെയ്തു. ഒരു സ്പീച്ച് സ്റ്റാൻഡിന് എത്ര അളവ് വേണം, എത്ര വിഡ്ത്ത് വേണം, ലെങ്ത്ത് വേണം, ഹൈറ്റ് വേണം, മെഷർ ചെയ്തു. ആ മെഷർമെൻറ്റിനനുസരിച്ച് അദ്ദേഹം വുഡ് കട്ട് ചെയ്തെടുത്തു. ആ വുഡിനെ ചില മെഷീനറിയിൽ വെച്ചിട്ട് ശരിക്കും ഷേപ്പ് ചെയ്തെടുത്തു, പെയിൻറ്റ് ചെയ്തു, ആണിയടിച്ചു, ജോയിൻ്റ് ചെയ്തു, കൊണ്ടുവന്നു. അപ്പോൾ മൂപ്പര് ഖാലിഖാൻ, അള്ളാഹു ഖാലിഖാൻ. നജ്ജാറും ഖാലിഖ് ആണ് ഒരു തരത്തിൽ. പക്ഷേ മരം കാർപ്പൻ്റർ ഉണ്ടാക്കിയതാണോ? അല്ല. ആണി ഇരുമ്പാണ്. ഇരുമ്പ് ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധന. ഏതെങ്കിലും വല്യാപ്പാര് കൊണ്ടുപോയി ഉണ്ടാക്കി കുഴിച്ചിട്ടതാണോ ഇരുമ്പ്? അല്ല. പ്രപഞ്ചം സൃഷ്ടിച്ചവൻ അവിടെ ഉള്ളിൽ വെച്ചതോ? അള്ളാഹു ഉണ്ടാക്കിയതാ. പെയിൻറ്റിന് ഉപയോഗിക്കുന്ന പെട്രോളിയം കെമിക്കൽ അല്ലേ, ഈ പെയിൻ്റൊക്കെ പെട്രോളിയം കെമിക്കൽസാണ്. എവിടെ നിന്ന് കിട്ടി? ഫോസിൽ ഫ്യൂലിൽ നിന്ന്. ഫോസിൽ ഫ്യൂൽ എവിടെ? ഭൂമിൻ്റെ ഉള്ളിൽ, കിലോമീറ്ററുകൾ താഴെ. ഹബ്ഷാനിലും റുവൈസിലൊക്കെ പോയാൽ നമുക്ക് എൻ്റെ സൈറ്റുകൾ കാണാനും പറ്റും ഇല്ലേ, ഗൾഫ് നാടുകളുടനീളം. ആരാ കൊണ്ടുപോയി ഉണ്ടാക്കിയത്? പടച്ചോൻ. അല്ലാതെ ഫോസിൽ ഫ്യൂലാണ് നമ്മൾ പറയണതിന് അത് തിരുത്തപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇരിക്കട്ടെ. കാരണം ഇവിടെ അറേബ്യയിൽ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു ഒരു കാലത്ത്. ഇതൊക്കെ മരങ്ങളാൽ നിറഞ്ഞ ഇടമായിരുന്നു. അത് ഹദീസാണ്. പക്ഷേ അന്നും ഇപ്പോഴും മരങ്ങളുള്ള രാജ്യങ്ങൾ ലോകത്തുണ്ട്. അവിടെ പെട്രോൾ കിട്ടണില്ല. അപ്പോൾ ഇതിന് മറ്റെന്തോ റീസൺ ഉണ്ട്. ആരോ ഒരാളുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. അപ്പോൾ കാർപ്പൻ്റർ എന്ത് ചെയ്തു? കാർപ്പൻ്റർ ചെയ്തത് ലഭ്യമായ സാധനങ്ങളെ മെഷർമെൻ്റ് എടുത്തിട്ട് അയാൾ യോജിപ്പിച്ച് വെച്ചു അല്ലേ. ഇതിന് മുഖദ്ദിർ എന്നാ പറയാ, മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യുക. ആ ഒരർത്ഥത്തിലും ഖാലിഖ് പറയും. ഇങ്ങനെ ഒരുപാട് ഖാലിഖുമാർ പ്രപഞ്ചത്തിലുണ്ട്. ഈ മൈക്കുണ്ടാക്കി, വയറുണ്ടാക്കിയവർ, മാസ്ക് ഉണ്ടാക്കിയവർ, ഫ്ലാസ്ക് ഉണ്ടാക്കിയവർ, നമ്മുടെ സ്പീക്കർ ഉണ്ടാക്കിയവർ, ഈ കർട്ടൻ, ഈ ലൈറ്റുകൾ, എയർ കണ്ടീഷനിങ്, നമ്മുടെ സ്ക്രീൻ, ഇതൊക്കെ ഉണ്ടാക്കിയ ഖാലിഖുകളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികർമ്മം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന മുഴുവൻ ആളുകളിൽ നിന്നും വ്യത്യസ്തനായ, സർവേശ്വരനായ, സർവകഴിവുമുള്ള, ഒരു ന്യൂനതയുമില്ലാത്ത മുബാറക്കായവനാണ് അല്ലാഹു എന്ന ഖാലിഖ്. ബാക്കിയുള്ളവരൊക്കെ ഖാലിഖ് എന്ന് പറയും. നമ്മൾ കേൾക്കുന്നുണ്ട്. സാമിആൻ, അള്ളാഹു സമീആൻ, അള്ളാഹു കേൾക്കുന്നവനാണ്. പക്ഷെ നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്, അള്ളാഹുവിൻ്റെ കേൾവിക്ക് പരിധിയില്ല. നമുക്ക് ഒരാളുടെ ഒരു സമയത്ത് 4 ഫോണൊക്കെ കയ്യിൽ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് കൊച്ചുടങ്ങുന്ന ആൾക്കാരുണ്ടാവും. ഇത് 4 ഒപ്പം ഓൺ ചെയ്യാൻ പറ്റുമോ? കഴിയില്ലല്ലോ. 4 ആളോടൊപ്പം സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ രസത്തിന് ഇങ്ങനെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ പിന്നെ ഓരോ സമയത്ത് ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ആയിക്കോട്ടെ. അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹുവിന് കോടിക്കണക്കിന് ആളുകളോട് 1 to 1 സംസാരിക്കാൻ കഴിയും. അതാണ് ഹിസാബ്. നമ്മൾ ഡ്രൈവ് ത്രൂവിലെ വാക്സിൻ എടുക്കാൻ വേണ്ടി വണ്ടിയിൽ ക്യൂ നിൽക്കണമാതിരി ഓരോരുത്തർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു ജല്ല ജലാലു കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം അള്ളാഹു സംസാരിക്കും, വിചാരണ ചെയ്യും.
നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും വ്യത്യാസമുണ്ട്. നമ്മുടെ സംസാരവും അള്ളാഹുവിൻ്റെ കലാമും വ്യത്യാസമുണ്ട്. തത്വത്തിൽ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും എന്ന് മാത്രം. അതുകൊണ്ടാണ് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. പടക്കുന്നവർ എന്ന് മനുഷ്യൻ പറയുമല്ലോ. മാനുഫാക്ചറർ ആരാണ്? അപ്പോൾ പറയും ഇന്ന കമ്പനിയാണ്, മെയ്ഡ് ഇൻ UAE ഫോർ യൂണിലിവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ചില ഡ്രഗ് കമ്പനികൾ ഉണ്ടാക്കിയതാണ്. മാനുഫാക്ചറിങ് ചെയ്തത് മനുഷ്യനാണെന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ മനുഷ്യൻ ചെയ്തത് സത്യത്തിൽ ഷേപ്പിംഗ് മാത്രമാണ്, അല്ലേ? പ്രോസസ്സിങ് മാത്രമാണ്. ലഭിച്ച സാധനങ്ങളെ ഒരു പരുവത്തിലാക്കി പാക്ക് ചെയ്ത് തന്നു എന്നല്ലാതെ അവരായിട്ട് ഇല്ലായ്മയിൽ നിന്ന് മജീഷ്യന്മാർ കാണിക്കുന്ന പോലെ ഉണ്ടാക്കിയതല്ല. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മനുഷ്യന്റെ കണ്ണുകളെ അള്ളാഹു സൃഷ്ടിച്ചു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എത്ര ക്യാമറ ഇറങ്ങിയാലും നമ്മൾ ആദ്യം നോക്കുക, മൊബൈൽ ഫോൺ ഇറങ്ങിയാലും ക്യാമറയ്ക്ക് എത്ര മെഗാ പിക്സൽ ഉണ്ട് എന്നാ. ചില മൊബൈലിൽ ഫോട്ടോ എടുത്താൽ ഭയങ്കര ചുരുക്കായിരിക്കും. അത് ഒറിജിനൽ അല്ല എന്ന് എടുത്താക്കും അറിയാം, കാണുന്നാക്കും അറിയാം. പക്ഷെ ആ ചുരുക്കിൻ്റെ രസം കൊണ്ട് അത് നല്ല ഉപയോഗിക്കും. ക്യാമറൻ്റെ ക്ലാരിറ്റി. മനുഷ്യൻ്റെ കണ്ണ് എത്ര വലിയ അത്ഭുതമാണ്, എത്ര വലിയ അത്ഭുതമാണെന്നറിയോ? ഓരോ കളറിനെയും ആ ഒരു കളറിനെ 3 ലക്ഷം വരെ വേരിയേഷൻ ഉണ്ടാക്കിയാൽ മനുഷ്യൻ്റെ കണ്ണുകൊണ്ടത് കണ്ടെത്താൻ കഴിയും. പച്ച നിറം ഉദാഹരണം പറയാം, അല്ലെങ്കിൽ ചുവപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ മഞ്ഞ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേർപ്പിൾ ആയിക്കോട്ടെ, ഏത് കളറായാലും ആ ഒരൊറ്റ നിറത്തെ, ഒരു ചുവപ്പ് നിറത്തെ 3 ലക്ഷം വേരിയേഷൻ, ഏറ്റവും ഡെൻസ് ബ്രൈറ്റ് ഒരു കളറിൽ നിന്ന് ഏറ്റവും മങ്ങിയ കളറെത്തുന്നവരെ 3 ലക്ഷം വേരിയേഷനിലായി നിർത്തിയാൽ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കണ്ടെത്താൻ കഴിയും. 100 ആളെ നമ്മൾ നോക്കിക്കണ്ടാൽ 100 പേരുടെയും മുഖവും അവരുടെ നിറവും ചൊലി നിറവും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. ക്യാമറയിലാണെങ്കിൽ കിട്ടൂല. ഓരോരുത്തരെയും സൂം ചെയ്ത് നോക്കണം, എന്നാൽ ഒറിജിനൽ കളർ കിട്ടൂല. ഇനി അതൊക്കെ കിട്ടുന്ന ക്യാമറ വന്നേക്കാം, പക്ഷെ അത് കിട്ടിയിട്ട് പിന്നെ ഇങ്ങനെ നോക്കണം. മനുഷ്യൻ്റെ കണ്ണ് നോക്കുന്ന ഒറ്റ നോട്ടത്തിൽ ഇത്രയധികം കളറുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് മനുഷ്യൻ്റെ കണ്ണിനെ അള്ളാഹു പഠിച്ചത്. എന്നിട്ട് പറയും ഇതിങ്ങനെ ഇങ്ങനെ കുരങ്ങന്ന് ഇങ്ങനെ ഉണ്ടായി വന്നപ്പോൾ കണ്ണിനൊക്കെ വന്നതാണ്. സുബ്ഹാന ജല്ല ജലാലു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടികർമ്മം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നവരെക്കാൾ, സൃഷ്ടികർമ്മം ചെയ്യാൻ കഴിയുമെന്ന് വാദിക്കുന്നവരെക്കാൾ എല്ലാം എത്ര മഹോന്നതനാണ് മനുഷ്യനെ പടച്ച അല്ലാഹു. സൂം ഇൻ ആൻഡ് ഔട്ട് കണ്ണ് ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ടെന്നാ. ദൂരം കൂടുമ്പോൾ കണ്ണിൻ്റെ റെറ്റിനക്കുള്ളിൽ നടക്കുന്ന പ്രതിഭാസം നമ്മൾ സൂം ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ണ് ഓട്ടോമാറ്റിക്കലി സൂം ഇൻ ആവും. അടുത്തുകെത്തുമ്പോൾ സൂം ഔട്ടാവും. കണ്ണ് അതിനെ കൃത്യമായിട്ടും പ്രോസസ്സ് ചെയ്യും. ഈ കാണുന്ന സാധനം എന്താണ്? നമ്മുടെ ഉസ്മാനാണല്ലോ, കണ്ട് പരിചയമുള്ള ആളാണ്, അത് മൂപ്പര് ഇന്ന നാട്ടുകാരനാണല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ മുഴുവൻ ആ ഒരൊറ്റ പിക്ചറിൽ വരുന്നു. ക്യാമറക്ക് എടുക്കുമ്പോൾ അത് കിട്ടുന്നുണ്ടോ? ആ ക്യാമറ ഒരു ഷെയ്ഡല്ലേ കിട്ടുന്നുള്ളൂ. കണ്ണ് ഇതും ലോകത്തെ ഏത് ക്യാമറയും, കിർലിയൻ ക്യാമറ എന്ന വലിയ ക്യാമറ ലോകത്തെ, അത് എവിടെ കിടക്കുന്നു? അതുണ്ടാക്കണമെങ്കിൽ ഈ കണ്ണ് വേണ്ടേ? മനുഷ്യ കണ്ണിനെ വെല്ലാൻ ഇത് കണ്ണാണെങ്കിലോ മാംസം കൊണ്ടുണ്ടാക്കിയതാണ്, കോപ്പറോ വേറൊന്നും ഒരു മെറ്റലല്ലല്ലോ. ഫതബാറകല്ലാ. എന്നിട്ട് നിങ്ങൾ പറയാം ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഉണ്ടായതാണ്. അതിനെ നിങ്ങൾ വിളിക്കുക ബുദ്ധി, യുക്തി, വാദം. യുക്തിയല്ല ഈ വാദിക്കുന്നത്, യുക്തിരാഹിത്യമാണ് ഈ വാദിക്കുന്നത്. യുക്തി ഇല്ലായ്മ എന്ന് പേരിടണം അതിൻ്റെ സത്യത്തിൽ. ഇത് യുക്തിയല്ലല്ലോ, എന്ത് യുക്തിയാണിത്? വെറുതെ ഉണ്ടാവേ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഒരു നിറത്തിൻ്റെ വേരിയേഷൻ ഞാൻ 3 ലക്ഷം എന്നാണ് പറഞ്ഞത് അല്ലേ? 8 ലക്ഷമാണ്. 8 ലക്ഷം വേരിയൻറ്റുകളെ ശരിയായൊരു കണ്ണിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന 8 ലക്ഷം, ഒരു കളറിൻ്റെ 8 ലക്ഷം വേരിയൻസ്. 3 ലക്ഷം അല്ല, 8 ലക്ഷം. അത് സയൻസാണ്. ഈ കണ്ണിനെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു.
അലം നജ്അൽ ലഹു ഐനൈൻ, നമ്മളല്ലയോ അവന് കണ്ണുകളെ കൊടുത്തത്? അല്ലാഹു ചോദിക്കുകയാണ്, ഞാനല്ലേ ഇത് ഉണ്ടാക്കിയത്, നിങ്ങളാണോ? വലിസാനം വശഫതൈൻ, ഒരു നാവും രണ്ട് ചുണ്ടുകളെ നൽകിയതും ഞാനല്ലയോ? അല്ലാഹു ചോദിക്കുകയാണ്, ഇതുണ്ടാക്കിയത് ആരാ? നിങ്ങൾ പറയും. ഖാലിഖായ അല്ലാഹുവല്ലേ ഇതൊക്കെ ചെയ്തത്? ഖാലിഖായ അല്ലാഹുവല്ലേ ഈ സൃഷ്ടികർമ്മങ്ങളെല്ലാം ചെയ്തത്? ആ അല്ലാഹുവിനെ അല്ലയോ നിങ്ങൾ ആരാധിക്കേണ്ടത്? അവന് നിങ്ങൾ ഇല്ലെന്ന് പറയുകയാണോ? ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, എല്ലാം അറിയുന്നവനും എല്ലാ തരത്തിലുമുള്ള സൃഷ്ടിപ്പ് നടത്താൻ കഴിയുന്നവനുമാണ് അല്ലാഹു ജല്ല ജലാലുഹു. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നവനാണ് അല്ലാഹു. ഉള്ളതിനെ കൃത്യമായ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്നവനാണ് അല്ലാഹു. ഉണ്ടാക്കിയതിന് രൂപം നൽകാൻ കഴിയുന്നവനുമാണ് അല്ലാഹു. യാ ദാവൂദ്, ദാവൂദ് നബിയേ, അല്ലാഹു ദാവൂദ് നബിക്ക് കൊടുത്ത വഹയാണ്. ذكر عبادي بإحساني عليهم بإحساني إليهم. ദാവൂദ് നബിയെ, ജനങ്ങളോട് നിങ്ങൾ പറയണം, ഞാൻ അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കണം. അല്ലാഹുവല്ലേ കാല് തന്നത്, അവനല്ലേ കൈ തന്നത്. ഈ കൈവിരലൊക്കെ ഭയങ്കര, ഈ കയ്യിലുള്ള ഈ ഗ്രിപ്പ്, ഈ ചെറിയ വരകൾ, ഈ വരകളില്ലെങ്കിൽ സാധനങ്ങൾ ഹോൾഡ് ചെയ്യാൻ മനുഷ്യന് കഴിയൂല, ഗ്രിപ്പ് ചെയ്യാൻ കഴിയൂല. തള്ളവിരൽ വർക്ക് ചെയ്യണില്ലേ, ബാക്കി വിരലുണ്ടായിട്ട് കാര്യമില്ല. ഈ വിരലുകളെയൊക്കെ, വിരൽ തുമ്പുകളെയൊക്കെ മനുഷ്യൻ്റെ ഹാർട്ടുമായി ബ്രെയിനുമായി പടച്ചവൻ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാലിൻ്റെ വിരൽ പിടിച്ച് തിരിച്ചാൽ ബ്രെയിനിൽ കിടക്കുന്ന ഞരമ്പിനെ ഉണർത്താൻ കഴിയുന്നു. കൈവിരലുകൾക്ക് ഹാർട്ടുമായി ബന്ധം. എന്താണ്? ദാവൂദ് നബിയെ, നിങ്ങൾ ജനങ്ങളോട് പറയണം, ദക്കിർ ഇബാദി ബിഇഹ്സാനി ഇലൈഹിം, ഞാൻ അവർക്ക് ഒരുപാട് നന്മ ചെയ്തു കൊടുത്തവനാണ്. ഉപകാരം ചെയ്യുന്നവരോട് സ്നേഹം തോന്നുക മനുഷ്യ പ്രകൃതമാണ്. അങ്ങനല്ലേ? ഒരു ഉപകാരം ചെയ്യുന്നവരോട് നമുക്ക് ഇഷ്ടമുണ്ടാവും. ഒരാളോട് മോശമായി പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഉപദ്രവം ചെയ്താൽ അവരോട് ദേഷ്യമുണ്ടാകുന്നതും സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെ നബിയായ പ്രവാചകനായ ദാവൂദ് നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവർക്ക് എന്നെക്കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കാൻ അത് ആവശ്യമാണ്. അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഇത് അള്ളാഹു തന്ന ശരീരമാണ്, അള്ളാഹു തന്ന ബ്രെയിനാണ്, അള്ളാഹു തന്ന കണ്ണാണ്, കാതാണ്, എല്ലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. മനുഷ്യ ശരീരങ്ങളെ കൃത്യമായി പടച്ചത് അല്ലാഹുവാണ്. ആ മനുഷ്യ ശരീരങ്ങളിൽ ആവശ്യമായ കൃത്യമായ ഇൻസ്റ്റിങ്ക്റ്റുകൾ, അഭിരുചികളെ പടച്ചതും അല്ലാഹു ജല്ല ജലാലുവാണ്. ആ അള്ളാഹുവിനെ മറക്കരുതേ. അവനാണ് നിങ്ങൾക്കിതൊക്കെ തന്നത്. അവൻ ഖാലിഖാണ്. ആ പടച്ചവൻ ഇല്ല എന്ന് പറയുകയോ ആ പടച്ചവനെ ആരാണ് പടച്ചത് എന്ന ഒരു അർത്ഥശൂന്യമായ ചോദ്യം ചോദിക്കുകയോ ചെയ്യുമ്പോൾ റാഷണലായിട്ട്, ബുദ്ധിപരമായിട്ട് നിങ്ങൾക്കതിനെ നേരിടാം. അതിന് സാധ്യമല്ലെങ്കിൽ, അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ അതൊരു വസ്വാസാണ്, അത് ഒരു പൈശാചിക തോന്നലാണ്. അവിടെ നിർത്തിവെക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പിശാച് നിങ്ങളുടെ ഒരാളിൻ്റെ അരികത്തേക്ക് വരാം, എന്നിട്ട് അവന് ചോദിക്കാം, മൻ ഖലഖ കദാ, ആരാണിത് പടച്ചത്? മൻ ഖലഖ കദാ, ആരാണ് പടച്ചത് എന്ന് പറഞ്ഞ് അവസാനം അല്ലാഹുവിലേക്ക് എത്തുമ്പോൾ മൻ ഖലഖ റബ്ബക്, നിന്റെ റബ്ബിനെ ആരാണ് പടച്ചത്? അവിടെ എത്തിയാൽ ഫഖൂലു, നിങ്ങൾ പറയണം, അല്ലാഹു അഹദ്, അവൻ ഏകനാണല്ലോ. അല്ലാഹു സ്വമദ്, ഒരാളുടെയും ആശ്രയമോ സഹായമോ ഒരു താങ്ങലോ ഒരു തലോടലോ ഒരു കരുതലോ ആവശ്യമില്ലാത്തവനാണ്. എന്നാൽ എല്ലാവർക്കും അവൻ്റെ തലോടൽ ആവശ്യമാണല്ലോ. ലം യലിദ് വലം യൂലദ്,
അള്ളാഹുവിനെ ആരും പ്രസവിച്ചില്ല, അവൻ ഒരാൾക്കും ജന്മം നൽകിയിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായിട്ട്, അവൻ ഈക്വലായിട്ട് ആരുമേ ഒന്നുമേ ഇല്ല എന്ന നിങ്ങളുടെ ഈമാനിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അത് റാഷണലായ മറുപടിയാണ്, അത് യുക്തമായ മറുപടിയാണ്. വല്യത്ഫുൽ, ഇടതുഭാഗത്തേക്ക് ഉമിനീരില്ലാതെ തുപ്പുകയും ചെയ്യുക. കാരണം എന്തേ, ഇത് മനസ്സിലായിട്ടുണ്ട്, എന്നാലും ഇടയ്ക്ക് പിശാചിന് കയറി വരും. അത് സ്വാഭാവികമാണ്. രണ്ട് തരത്തിലാണ്. ഒന്ന് വസ്വാസായിട്ട് വരും, ഒന്ന് ഉത്തരം ആവശ്യമുള്ള ഒരു വസ്വാസായിട്ട്, ഉത്തരം ആവശ്യമുള്ള സംശയം. അവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചതിന് ഉത്തരം കണ്ടെത്തും. അല്ലാതെ വസ്വാസാണ്, വെറുതെ തോന്നിയതാണ്, കുഴപ്പമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാർ ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്ന് പറയുമായിരുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ കടന്നു വരുന്നുണ്ട്. ആ ചിന്തകൾക്ക് ഞങ്ങൾ മറുപടി ഞങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ പോലും ഞങ്ങൾ പറയാൻ മടിക്കുകയാണ് നബിയേ. ആ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ എന്താണ് ഞങ്ങളുടെ അവസ്ഥ? അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബിമാർ ചോദിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് ഹദീസ് പറയുന്നത്. ഇമാം ഷൗക്കാനി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അന്നന്നാസ സഅലു റസൂലല്ലാഹ്, സ്വഹാബിമാർ നബി തങ്ങളോട് ചോദിച്ചു, അനിൽ വസ്വസ അല്ലതി യജിദുഹാ അഹദുഹും. ഇത് കേൾക്കുമ്പോൾ യുക്തിവാദികൾ അത് ഞങ്ങളുടെ ചിന്തയെ പറ്റി തന്നെയാണ് പറയുന്നത്. അല്ലല്ല, അത് വേറെ ചർച്ചയാണ്. ഇത് വസ്വാസിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഞങ്ങൾ പറഞ്ഞത് അതന്നെയല്ലേ? നിങ്ങൾ പറഞ്ഞത് അതല്ലല്ലോ. സ്വഹാബിമാരുടെ വസ്വാസിനെ കുറിച്ച് അല്ലതി യജിദുഹാ അഹദുഹും, ചില ആളുകൾക്ക് മനസ്സിൽ തോന്നുന്ന വസ്വാസിനെ കുറിച്ച് അവർ നബിയോട് പറഞ്ഞു. എന്താ അവർ പറഞ്ഞത്? ലഅൻ യസ്ഖുതു മിൻ ഇൻദി ഥുറയ്യാ അഹബ്ബു ഇലൈഹി മിൻ അൻ യതകല്ലമ ബിഹി. ആകാശത്തിന്റെ മേലറ്റത്ത് കിടക്കുന്ന ഥുറയ്യാ നക്ഷത്രം, ആ നക്ഷത്രത്തിൽ നിന്ന് താഴെ വീണ് മരിക്കലാണ് ഈ വസ്വാസ് നാവ് കൊണ്ട് പറയുന്നതിനേക്കാളും നല്ലത്. അത്രക്ക് മോശമായതോ പറയാൻ പാടില്ലാത്തതോ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് നബിയെ, പക്ഷേ ഞങ്ങളതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഇത് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ദാക മഹദുൽ ഈമാൻ, അത് ശരിയായ ഈമാനാണല്ലോ. ഏത്? വസ്വാസുണ്ടാവൽ ഈമാൻ എന്നല്ല, അത് പൈശാചികമാണ്. അത് പറയാതിരിക്കലും, അത് മനസ്സുകൊണ്ട് മനസ്സിൽ വരുന്ന ആ ചിന്തക്കനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കലും, അത് നാവ് കൊണ്ട് പറയാതിരിക്കലും ചർച്ച ചെയ്യാതിരിക്കലും അതിനെക്കുറിച്ച് പേടിക്കലും ഈമാനിൻ്റെ തനിയായ വിശ്വാസം തന്നെയാണ്. ദാക മഹദുൽ ഈമാൻ. സ്വഹാബിമാർ അങ്ങനെ ചെയ്തു. അവർ പറഞ്ഞിട്ടില്ല. മനുഷ്യന് ചിന്തകൾ വരാം, മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ്, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ദാക മഹദുൽ ഈമാൻ. ഒരാൾ നബിയുടെ മുമ്പിലേക്ക് വന്നു, റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ നജിദു ഫീ അൻഫുസിനാ മാ യതആദമു അഹദുനാ അൻ യതകല്ലമ ബിഹി. നബിയെ, നാവ് കൊണ്ട് പറയാൻ പേടിച്ചു പോകുന്ന പലതും മനസ്സിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് നബിയെ. ഹൽ വജത്തുമൂഹു, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? മനസ്സിലേക്ക് തോന്നൽ വന്നോ? ഖാലൂ നഅം, ഉണ്ട് നബിയെ, ഉണ്ട്, മനസ്സിൽ തോന്നൽ വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പറയുന്നില്ല. ഖാല ദാക സ്വരീഹുൽ ഈമാൻ, അത് വ്യക്തമായ ഈമാനാണ്. ഹൽ വജത്തും മാ യുൽഖീഹി ശൈത്വാനു ഫീ നുഫൂസിക്കും, പിശാച് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നത് നിങ്ങൾക്ക് വരുന്നുണ്ടല്ലേ? എന്നിട്ട് അത് പറയാതെ നിങ്ങൾ മനസ്സുകൊണ്ട് തോന്നിയ വസ്വാസിനെ വസ്വാസായി കണക്കാക്കി നിങ്ങൾ അതിനെ വഴിതിരിച്ചു വിടുന്നുമുണ്ടല്ലേ? എങ്കിൽ അത് ഈമാനിൻ്റെ വ്യക്തമായ ഈമാനാണ്, അത് വ്യക്തമായ വിശ്വാസമാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ട ആവശ്യം, വസ്വാസായിരിക്കും, തോന്നിയതാ, സാരല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. وإما ينزغنك من الشيطان نزغ فاستعذ بالله. പിശാച് നിങ്ങളുടെ മനസ്സിലേക്ക് അരുതാത്തത് വല്ലതും തോന്നിപ്പിച്ചാൽ നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണമേ. ഫസ്തഇദ് ബില്ലാഹ്, അതിനത്ര മതി. ഫൻതഹൗ,
അത്തരം ചിന്തകൾ വന്നാൽ നിങ്ങൾ അവിടെ നിർത്തേണമേ. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തരം ചിന്തകളെ നിങ്ങൾ അവിടെ അവസാനിപ്പിക്കണം. ആരാണ് അള്ളാഹുവിനെ പടച്ചത്? എന്തേ നിർത്തണം എന്ന് പറഞ്ഞത്? ആ ചോദ്യം അപ്രസക്തമാണല്ലോ, അതുകൊണ്ട് നിർത്തണം. 4 ആപ്പിൾ വെച്ചിരിക്കുകയാണ്. കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം ഉദാഹരണം. 4 ആപ്പിൾ, ഒന്നെടുത്തു, ഇനി എത്ര ബാക്കിയുണ്ട് മോനെ? ഇനി 3. ഒന്നുകൂടി എടുത്തോ, 2 എണ്ണം. ഒന്നുകൂടെ എടുത്തോളൂ, ഇനി എത്ര ബാക്കിയുണ്ട്? ഇനി എൻ്റെ ബാക്കിൽ ഏതാ കിടക്കുന്നത്? 1. അതും കൂടെ എടുത്തു നോക്കൂ, ഇനി എന്താ ബാക്കിയുള്ളത്? ഇനി ഒന്നും ബാക്കിയില്ല, കഴിഞ്ഞു. അള്ളാഹുവിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി പിന്നെ അള്ളാഹുവിൻ്റെ മുമ്പ് ആരായിരുന്നു? അള്ളാഹിൻ്റെ മുമ്പ് എന്താ? അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഡൊമിനോ കളി ഉണ്ടല്ലോ, അങ്ങനെ ഒന്നിച്ചിട്ട് വീഴുക, ഒരു സെറ്റ് സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് വീഴുക. നമ്മുടെ മുമ്പിലെത്തുന്ന ആ ഒരു അവസാനത്തേത് വീഴണമെങ്കിൽ തൊട്ട് ബാക്കത്തെ ആൾ വീഴണം, അല്ലേ? അയാൾ വീഴണമെങ്കിൽ ഇപ്പുറത്തുനിന്ന് ആൾ വീഴണം. ഇത് സെറ്റായിട്ട് ഒരേ ലൈനിലല്ലേ വെക്കുക? അങ്ങനെ വിട്ട് പല ലൈനായിട്ടും പല ഷേപ്പിലൊക്കെ പലതും കാണൂലേ? ആദ്യത്തെ ഒരാൾ തട്ടി കൊടുക്കണം, അപ്പോഴേത് വീഴുള്ളൂ, വരിയാറ്റി വീഴ. ആ ഒരു തട്ടിയാളെ പിന്നാരെ തട്ടിയത്? അവിടെ ചോദ്യം ഉണ്ടോ? അതന്നെ അള്ളാഹു, അവനാണ് സൃഷ്ടികർമ്മം ചെയ്തത്. അവിടെ ഡൊമിനോസ് കളിയിൽ പിന്നെ അങ്ങനെയല്ലേ, ഒരാൾ തട്ടി കൊടുക്കണില്ലേ? എൻ്റെ ബാക്കിൽ ആരാ തട്ടുന്നത്? ഒരാളുണ്ട്, അയാളെ പിന്നാരെ തട്ടി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ അവസാനിച്ചു. അത് സൃഷ്ടിപ്പ് നടത്തിയത് അള്ളാഹുവാണ്. പിന്നെ ഓനാരാ പടച്ചത്? ആ ചോദ്യം അപ്രസക്തമല്ലേ? ആ ചോദ്യം അപ്രസക്തം. ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് തന്നെ ചോദ്യം വരാം, അള്ളാഹിനെ ഇപ്പം ആരാ പഠിച്ചിട്ടുണ്ടാവുക? നിഷ്കളങ്കമായൊരു ചിന്തയിൽ നിന്ന് വരാം. ഒന്നും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് സത്യസന്ധമായിട്ട് സരളമായിട്ട് ആ കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. അള്ളാഹുവിലത് അവസാനിച്ചു, അതിനപ്പുറത്തേക്ക് അത് പോകുന്നില്ല, കഴിഞ്ഞു. സബബുല്ലദീല സബബല, അള്ളാഹുവിന് മുമ്പ് ഒരു അള്ളാഹുവാണ് ആദ്യത്തെയും അവസാനത്തേതുമായ ദ പ്രൈം മൂവർ, അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് മുമ്പ് അള്ളാഹനെ ആരാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിന്റെ കാരണക്കാരനായ ഒരു കാരണത്തിന് പിന്നാരാ കാരണം ഉണ്ടാക്കിയത്? അള്ളാഹ്ക്ക് മുമ്പ് വേറൊന്നില്ല. ആ ഒന്നിന്റെ മുമ്പ് പിന്നെ എന്താണ്? അതല്ലേ അള്ളാഹനെ ആരാ പഠിച്ചു ചോദിക്കുന്ന അർത്ഥതല്ലേ? ആ ചോദ്യം അപ്രസക്തമാണ്. അതുകൊണ്ടാണ് അതിന് ഉത്തരം കൊടുക്കാത്തത്. അതുകൊണ്ട് അതിന് ഉത്തരമില്ല. ഒരു വട്ടം വരച്ചിട്ട് അതിന് എത്ര മൂലുണ്ട്, എത്ര കോണുണ്ടെന്ന് ചോദിച്ചാൽ എന്താ? വട്ടത്തിന് കോണുണ്ടാവില്ലല്ലോ. ഒരു ത്രികോണം കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഈ ക്യാമറയുടെ 3 കാലുകൾ അല്ലേ, 3 കാല്. ഒരു ത്രികോണത്തിന്, ഒരു ട്രയാങ്കിളിന് അതൊരു പിരമിഡാണ്. പിരമിഡിന് 3 പ്രധാനപ്പെട്ട ആംഗിൾ, 3 കാലുകൾ നിൽക്കുക. പിരമിഡിൻ്റെ 4ാമത്തെ കാലെവിടെയെന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് 4ാമത്തെ കാലില്ലല്ലോ. ഉള്ളതിനല്ലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ, അതിന് ഉത്തരമില്ല. അതിനർത്ഥം ഉത്തരം മുട്ടിയെന്ന് ആ ചോദ്യം അപ്രസക്തമാണ്. ഫമൻ ഖലഖല്ലാഹ്, ആരാണ് അള്ളാഹിനെ പടച്ചത് എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം വസ്തുക്കൾ ഉണ്ടാക്കിയ ഒരുത്തൻ ആരാണ് എന്ന അന്വേഷണം ഒരാളിൽ ചെന്ന് അവസാനിക്കണം. അത് അവസാനിച്ചില്ലെങ്കിൽ ഈ ഉണ്ടായി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിട്ടില്ല എന്ന് വരും. അത് ഉണ്ടായിക്കണമല്ലോ. ഉണ്ടാക്കിയ ഒരാൾ വേണ്ടേ? ജയിലിൽ നിന്ന് ഒരാളെ റിലീസ് ചെയ്തിട്ടില്ലേ? അയാൾ റിലീസായി പോകുന്നത് മേലെന്ന് ഒരാളൊരു കമാൻഡ് കൊടുത്തു. അയാൾക്ക് പിന്നെ വേറെ ബാക്കിൽ നിന്ന് ഒരാൾ കമാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾ താഴേക്ക് കൊടുത്തതാ, അപ്പോഴാണ് ഇയാൾ ജയിൽ മോചിതനായത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്ര സിമ്പിളായ ഒരു സംഭവത്തെ ഫിലോസഫി പറഞ്ഞിങ്ങോട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് വലിയ സംഭവമാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ പടച്ചവനല്ലേ അവൻ. ആ പടച്ച തമ്പുരാനെ പറ്റി പിന്നെ എന്താ നിങ്ങൾ സംശയിക്കുന്നത്? അല്ലാഹു തആല ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർള്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലാഹു ആണ് ഇതൊക്കെ പടച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. യാ അയ്യുഹന്നാസ്, സർവ്വ യുക്തിവാദികളോട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമാണിത്. മനുഷ്യരെ, നിങ്ങൾ ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. ളുരിബ മസലുൻ ഫസ്തമിഊ, ഞാനിവിടെ ഒരു ഉദാഹരണം പറയാൻ, ശരിക്ക് കേട്ടോളൂ. അള്ളാഹു പറയുന്ന വാക്കാണ് ളുരിബ മസലുൻ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. ഫസ്തമിഊ, സോ ലിസൺ കെയർഫുള്ളി.
ഇനി അല്ലാഹു പറയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ദുബാബാ. അല്ലാഹു അല്ല പടച്ചവൻ എന്ന് പറയുകയും മറ്റു ദൈവങ്ങളാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതോ പരിപാലിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ മറ്റേതോ ദൈവങ്ങളാണ് എന്ന് നിങ്ങൾ പറയുന്നവർ, ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെ പോലും പടക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് കഴിയില്ല. അവരെപ്പോലും പടച്ചത് അല്ലാഹുവാണ്. വലവിജ്തമഊ ലഹ്, ഈ എല്ലാ ദൈവങ്ങളും, ഒരുപാട് മതങ്ങൾ, അവരൊക്കെ വ്യത്യസ്ത ദൈവങ്ങളെ പൂജിക്കുന്നവരാണ്. ഇവരൊക്കെ കൂടിയിട്ട്, എല്ലാ ദൈവങ്ങളും കൂടിയിട്ട് നമുക്കൊരു ഈച്ചയെ ഉണ്ടാക്കണം. ഫേക്ക് ഈച്ചയല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഈച്ചയല്ല, നല്ല ജീവനുള്ള ഈച്ചയെ. ഒരു ഈച്ച മതി, ആനൊന്നും ഉണ്ടാക്കണ്ട, ഒരു ഈച്ചയെ നിങ്ങൾക്കൊന്ന് കൂടി ഉണ്ടാക്കി. സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കട്ടെ. മനുഷ്യ ശരീരം എന്താണ്? ഇതിൽ ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു ബാരൽ വെക്കി ഇട്ടിട്ട് എന്ത് ചെയ്യുക? നിങ്ങളൊന്നുണ്ടാക്കി. ഒരു ജീവിയുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിങ്ങൾ എടുത്തോളൂ. എല്ലാം എടുത്തിട്ട് വേണ്ട ഹീറ്റിലോ വേണ്ട കോൾഡിലോ വെച്ചിട്ട് നിങ്ങൾ എന്ത് കെമിക്കൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടോ ഒരു ജീവൻ കൊടുക്കാൻ നിങ്ങൾ നോക്കി. ശാസ്ത്രകാരന്മാരങ്ങ് നോക്കട്ടെ. ലൻ യഖ്ലുഖൂ ദുബാബ, കഴിയൂല. അല്ലാഹ് ഉണ്ടാക്കി വെച്ചതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു ചിക്കൻ്റെ ബോഡിയിൽ നിന്ന് ഒരു സെല്ലെടുത്തിട്ട് അതിൻ്റെ DNA പരിശോധിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് ഒരു DNA ഒന്നും എടുക്കാൻ പറ്റൂല. അതൊക്കെ അവിടെ വെക്ക്, അത് തൊടല്ലേ, അത് അല്ലാഹു ഉണ്ടാക്കിയതാണ്. നീയായിട്ടുണ്ടാക്ക്, നിൻ്റെ ട്രെയിൽ വെച്ചിട്ട് മാംസം ഉണ്ടാക്ക്. കഴിയൂല. ഇതാണ് അല്ലാഹുവിൻ്റെ ചലഞ്ച്. ഞാൻ ഉണ്ടാക്കിയതിനെ തുടരുത്. ക്ലോണിങ് ചെയ്യാൻ പറ്റും, അത് ഞാൻ ഉണ്ടാക്കിയ ജീവിൻ്റെ ഒരു DNA കിട്ടണം നിങ്ങൾക്ക്. അതും തുടരുത്. DNA എന്ന് പറഞ്ഞ സാധനം അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ അള്ളാഹു DNA-യിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നതൊക്കെ വെറുതെ ഉണ്ടായതാണ്. ചുമരിൽ ഒരാൾ വെറുതെ രണ്ട് എഴുത്തെഴുതി പോയാൽ അത് എഴുതിയ ഒരാളുണ്ടാവും. ഗ്രഫിറ്റി ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ ഉണ്ടെന്ന്, ടൗൺ മലിനമാക്കുന്ന പരിപാടിയാണത്, മതിലിൽ വെറുതെ എഴുതുന്നത് അല്ലേ? പെയിൻ്റ് അടിച്ച് സ്പ്രേ ചെയ്തിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കൂലേ, വരച്ചു വെക്കൂലേ? ഗ്രഫിറ്റി ചെയ്യാൻ പാടില്ലാത്ത കാര്യം. അത് ചെയ്ത ഒരാളുണ്ട്, ശരിയാണ് അല്ലേ? DNA എന്ന് പറയുന്ന മനുഷ്യൻ്റെയും ജീവജാലങ്ങളുടെയും ശരീരത്തിൻ്റെ പ്രോഗ്രാമിംഗ് കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്ന വളരെ സങ്കീർണമായ സൊഫിസ്റ്റിക്കേറ്റഡ് മെസ്സേജുകളുള്ള ഈ ഒരു ഓല എന്ന് ഞാനതിനെ പറയാം ആലങ്കാരികമായി. ആ DNA തൊടാതെ ക്ലോണിങ് ഉണ്ടാക്കാൻ കഴിയില്ല. ഒന്നിനെയും ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ഉണ്ടാക്കും. ഐൻസ്റ്റീൻ്റെ ഒരു ബോഡി കിട്ടിയാൽ, അതിൻ്റെ ബോഡി സെല്ല് കിട്ടിയാൽ, ഒരു DNA കിട്ടിയാൽ ഞങ്ങൾ അടുത്തൊരു ഐൻസ്റ്റീൻ്റെ ലാബിൽ ഉണ്ടാക്കും. നിങ്ങൾ ഉണ്ടാക്കിക്കോ, ഐൻസ്റ്റീനെ തുടരുത്, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. അള്ളാഹു പറയാം, നിങ്ങൾ ഉണ്ടാക്കിക്കോ, നിങ്ങൾ വേറെ എടുത്തോ, നിങ്ങളായിട്ടുണ്ടാക്ക്. ലൻ യഖ്ലുഖൂ ദുബാബ, സൃഷ്ടിപ്പ് നടത്തിയത് അള്ളാഹുവാണ്. ഇല്ലായ്മയിൽ നിന്ന്, ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളാർക്കും കഴിയില്ല. അള്ളാഹു. അതുകൊണ്ടാണ് ദുരിബ മസൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം ആരാണ് സ്രഷ്ടാവ് എന്ന് പറയാൻ. ഇതൊക്കെ അള്ളാഹു മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഈ പറയുന്നത്. ഇതിലൊക്കെ തിരിയാത്തത് വല്ലതുണ്ടോ? അപ്രസക്തമായ മെസ്സേജാണോ ഖുർആൻ ഈ പറയുന്നത്? ഇല്ലോജിക്കാണോ? ഇറാഷണലാണോ? ആണോ? അല്ല, വളരെ റാഷണൽ. അപ്പീലിംഗ് ടു ദ ഹ്യൂമൻ മൈൻഡ്, അപ്പീലിംഗ് ടു ദ ഹ്യൂമൻ ഇൻ്റലക്ട്, ടു ദ ഹ്യൂമൻ നേച്ചർ. ഇതാണ് ഇസ്ലാം. ലൻ യഖ്ലുഖൂ ദുബാബ, നിങ്ങൾക്കൊരു ഈച്ചയെ ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി അതിലും വലിയ രസം, വഇൻ യസ്ലുബുഹുമു ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു. ഒരു ഈച്ച അതിൻ്റെ ഒരു ഭക്ഷണം അതിൻ്റെ വായിലേക്ക്, നിങ്ങളുടെ ഒരു ഭക്ഷണം അത് വായിലേക്ക് കൊണ്ടുപോയാൽ ആ കൊണ്ടുപോയതിനെ അതേപോലെ തിരിച്ചെടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിയൂല. അത് മറ്റൊരു ചാലഞ്ചാണ്. നമുക്കൊക്കെ ഭക്ഷണം അകത്ത് ചെന്നിട്ടാണ് അതിനെ കുഴമ്പാക്കി പ്രോസസ്സ് ചെയ്തിട്ട് ദഹിപ്പിക്കാൻ വിടുന്നത്. ഈച്ച ഭക്ഷണം കൊത്തിയെടുക്കുമ്പോൾ തന്നെ അതിലേക്ക് അതിൻ്റെ എൻസൈമുകളെ കടത്തിവിട്ട് ആ ഭക്ഷണത്തെ ദഹിപ്പിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഒരു ഒറ്റ ചോറ്
മനസ്സിലാക്കിയില്ലല്ലോ. അല്ലാഹു സർവ കഴിവുമുള്ളവനാണ്, അവൻ സർവപ്രതാപിയാണ്. ആ പടച്ചവനെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയില്ലേ? എന്നിട്ട് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് വേണ്ടെന്ന് നിങ്ങൾ പറയുകയാണോ? ഹുവൽ ഖാലിഖ്, അല്ലാഹുവാണ് എല്ലാം പടച്ചത്, അല്ലാഹു ഖാലിഖാണ്. ഇത് മനസ്സിലാക്കാൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രയാസം? യാ അല്ലാഹ്, മനുഷ്യരെ പടക്കുന്നതിലേറെ സങ്കീർണമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ്. ഭൂമിയെ പടക്കുന്നത്, ഒരു കല്ല്, ഒരു മണ്ണ്, ഒരു മണൽത്തരി, അത് മാത്രം എത്ര വലിയ ദൃഷ്ടാന്തമാണ്. ലാബ് കൊണ്ടുപോയി പരിശോധിച്ച് നോക്കി എന്താ അതിലുള്ളത്. അത്ഭുതങ്ങളുടെ ലോകമാണ്. ഒരു ഇല, ഒരു ഗ്രെയിൻ, നമ്മളൊക്കെ വേവിച്ച് കഴിക്കുന്ന കടലയോ പരിപ്പോ, അത്ഭുതമാണ്. നനച്ചെടുത്താൽ അത് ചെടിയായി മുളക്കുകയാണ്. ചെറുപയർ കൊണ്ടുപോയിട്ട് വെറുതെ ടിഷ്യൂവിൽ പരത്തിയിട്ട് 4 വെള്ളം കുടഞ്ഞിട്ടാൽ 4 ദിവസം കൊണ്ട് മുളക് കിട്ടും. അതിനുള്ളിൽ ജീവനുണ്ട്. ഉറങ്ങിക്കിടക്കുകയായിരുന്നു, വെള്ളം തട്ടിയപ്പോൾ ഉള്ളിലെ ജീവൻ വന്നു. മനുഷ്യനായിട്ട് ഉണ്ടാക്കിയത് എന്താണ് പ്രപഞ്ചത്തിലുള്ളത്? അള്ളാഹു നൽകിയതിനെ പ്രോസസ് ചെയ്യുകയല്ലാതെ അവരായിട്ട് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ചോദ്യമാണ് ഖുർആൻ യുക്തിവാദികളോട് ചോദിക്കുന്നത്. നിങ്ങൾ അതിന് ഉത്തരം എന്താ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ പറയും, ആരാതുണ്ടാക്കിയത്? നിങ്ങളാണോ? അതല്ല അത് സ്വയം ഉണ്ടായതാണോ? അതല്ല വേറെ ഒരാൾ അതിനെ ഉണ്ടാക്കിയതാണോ? യു വിൽ ഹാവ് ടു കൺക്ലൂഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ അല്ലാഹ്. അത് അല്ലാഹു സൃഷ്ടിച്ചതാണ്. ഇത് പഠിപ്പിച്ചു തരാനാണ് ഖുർആൻ. ഇത് പഠിപ്പിച്ചു തരാനാണ് ബ്രെയിൻ തന്നത് അല്ലാഹു. ഇത് പഠിപ്പിച്ചു തരാനാണ് ഓപ്പൺ ബുക്ക് ഈ പ്രപഞ്ചം അല്ലാഹു പഠിച്ചത്. അത് പഠിപ്പിച്ചു തരാനാണ് സ്പീക്കിംഗ് ബുക്ക് ഖുർആൻ. കിതാബുല്ലാഹിൽ മൻതൂഖ് വ കിതാബുല്ലാഹിൽ മൻദൂർ. 2 കിതാബുകളാണ് തന്നത്. ഒന്ന് വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്, ഒന്ന് നോക്കേണ്ട ഗ്രന്ഥമാണ്. നോക്കേണ്ട ഗ്രന്ഥം പ്രപഞ്ചമാണ്, വായിക്കേണ്ട ഗ്രന്ഥം അള്ളാഹുവിൻ്റെ കിതാബാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അവസാനിപ്പിക്കുകയാണ്. أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون. സംവാദം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇരുന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന സംഗതിയാണ്. യുക്തിവാദികളോട് ഡിബേറ്റ് ചെയ്താൽ മനുഷ്യൻ ജയിക്കാൻ വേണ്ടി ഒരു പൈശാചികമായ ഒരു ഇൻസ്പിറേഷൻ വരും. അപ്പോൾ പിന്നെ ചിന്ത അവിടെ താഴെ ആയിപ്പോകും. ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ മതി, കേട്ടാൽ മനസ്സിലാകും ഇത്. അള്ളാഹു സൂറത്തു തൂറിലാണ് ഈ വിഷയം പറഞ്ഞത്. 35-36 ആയത്തുകൾ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ആരാരും പടക്കാതെ ഒറ്റക്കുണ്ടായവരാണോ മനുഷ്യർ? അംഹുമുൽ ഖാലിഖൂൻ, അല്ല അവർ തന്നെയാണോ അവരെ പടച്ചത്? എന്നിട്ട് ചോദിക്കുകയാണ് അല്ലാഹു, അം ഖലഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ അവരാണോ പടച്ചത്? ബല്ലാ യൂഖിനൂൻ, ഏതെങ്കിലും ഒരു ബുദ്ധിക്ക് മനസ്സിലാകുന്ന വസ്തുത അവർ മനസ്സുറപ്പിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയണമല്ലോ. എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? ഇത് മതി, ഈ ഒറ്റ ചോദ്യം. അപ്പോൾ ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കൂല, ആയിക്കോട്ടെ, ഈ ആശയം നീ നോക്ക്. ഖുർആൻ അള്ളാഹിൻ്റെ വചനാണ്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്നൊക്കെ യുക്തിവാദി പറയാം, ആയിക്കോട്ടെ, ഞാൻ ഉദ്ധരിക്കുക, ഞാൻ വിശ്വസിക്കുന്നു ഇത് അള്ളാഹിൻ്റെ കലാമാണ്. പക്ഷെ യുക്തിവാദിയായി നീ അംഗീകരിക്കുന്നുണ്ടാവില്ല, ആയിക്കോട്ടെ, ഈ ആശയം നിന്റെ മുമ്പിലേക്ക് വെക്കുകയാണ്. നീ ഖുർആനാന്ന് വിശ്വസിക്കേണ്ട, ഈ ആശയം നീ ആൻസർ ചെയ്താ. നിന്നെ നീയാണോ പടച്ചത്? നീ വെറുതെ ഉണ്ടായതാണോ? നീയാണോ ഈ പ്രപഞ്ചം പടച്ചത്? അല്ല, മൂന്നാമത് ഒരാൾ ഉണ്ടാക്കിയതാണോ? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. എല്ലാ ഉണ്ടായ വസ്തുക്കളുടെയും സൃഷ്ടാവ് അല്ലാഹുവാൻ. അള്ളാഹു ഉണ്ടായവനല്ല, അതുകൊണ്ട് അള്ളാഹ്ക്കൊരു സൃഷ്ടാവിൻ്റെ ആവശ്യവുമില്ല.
എല്ലാറ്റിനും സൃഷ്ടാവ് വേണം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. എല്ലാറ്റിനും സൃഷ്ടാവ് അങ്ങനെയല്ല. എല്ലാ സൃഷ്ടിക്കപ്പെട്ടതിനും സൃഷ്ടാവ് വേണം. എല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിൽ പെട്ടുപോകും. സൃഷ്ടാവിനതിൻ്റെ ആവശ്യമില്ല. എല്ലാ സൃഷ്ടിക്കപ്പെട്ടതിനും സൃഷ്ടാവ് വേണമെങ്കിൽ റഹ്മുർ-റഹീമായ അള്ളാഹു തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം. നിങ്ങൾ അവരോട് ചോദിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരോട്, പടച്ചോനില്ല എന്ന് പറയുന്നവരോട്, മൻ ഖലഖസ് സമാവാതി വൽ അർള, പ്രപഞ്ചത്തെ, ഭൂമിയെ, ആകാശലോകങ്ങളിൽ കിടക്കുന്ന, ചലിക്കുന്ന, സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെ, ഗോളങ്ങളെ ആരാണ് പടച്ചത് എന്നവരോട് ചോദിച്ചാൽ അവർക്ക് പറയേണ്ടി വരും, ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം. കൃത്യമായും എല്ലാം സസൂക്ഷ്മം അറിയുന്ന ഒരാളായ അള്ളാഹു തന്നെയാണ് പടച്ചത് എന്നവർക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ്, അവർ പറയുന്നില്ല, പക്ഷെ പറയേണ്ടി വരും. എന്തേ? ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം അങ്ങനെയാണ്. കുറച്ചുകൂടെ സൂര്യൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കരിഞ്ഞു പോയേനെ. ഇപ്പം ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടാണ്, കുട പിടിച്ചാലെങ്കിലും സഹിച്ച് നിൽക്കാം. പക്ഷേ സൂര്യൻ്റെ അകലം കുറച്ചിങ്ങോട്ടെന്ന് അതിൻ്റെ പ്രൊപ്പോർഷൻ തെറ്റിപ്പോയാൽ കത്തിക്കരിയും ജീവജാലങ്ങൾ, ചെടികൾ ഉണങ്ങിപ്പോകും, കരിഞ്ഞു പോകും, കാലാവസ്ഥകൾ ഉണ്ടാകില്ല, മഴ പെയ്യൂല. എന്തൊരു അത്ഭുതമെന്നറിയോ? ഭൂമിയുടെ താഴെ ഈ ചൂട് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഭൂമിയുടെ ഈ ഏറ്റവും മുകൾ ഭാഗത്ത്, അന്തരീക്ഷത്തിൽ മേലോട്ട് നമ്മൾ സൂര്യ അവിടെ നിന്ന് വരുന്ന ചൂടല്ലേ, അവിടെ നിന്ന് വരുന്ന ചൂടാണ് ഈ തട്ടുന്നത്. പക്ഷേ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നാൽ തണുപ്പാണ്. ഇപ്പോൾ ചൂട് കാലത്തൊക്കെ ജബൽ ജയ്സിലൊക്കെ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എല്ലയിലെ ജബൽ ഹഫീത്ത്, അതിൻ്റെയൊക്കെ മുകളിൽ ചെന്നപ്പോൾ തണുപ്പാണ്. ജബൽ ജയ്സിൽ നല്ല തണുപ്പാണ് ഈ കാലാവസ്ഥയിൽ. അതിപ്പോൾ എങ്ങനെ പടച്ചോനെ? ജബൽ ജയ്സിനെക്കാളും ദൂരം കൂടുതലല്ലേ റാസൽ ഖൈമ സിറ്റിക്ക്, ടൗണിൻ്റെ താഴേക്ക്. അവിടെ ഭയങ്കര ചൂടും മേലെ ചൂട് കുറവ്. ഇത് വരുന്ന സ്ഥലമല്ലേ, അപ്പോൾ അവിടെ അല്ലേ ചൂട് വേണ്ടത്? ലോജിക്ക് അങ്ങനെയല്ലേ പറയാ? ഫ്ലൈറ്റ് മേലോട്ട് പൊങ്ങുമ്പോൾ മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ തണുപ്പ് മൈനസിലേക്ക് എത്തും അല്ലേ? ഫ്ലൈറ്റുമൊക്കെ പൊത്തിപ്പിടിച്ചൊക്കെ പോയ അതൊക്കെ കണ്ടില്ലേ നമ്മൾ വീഡിയോ ഒക്കെ. ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വലിയ രസമായിരിക്കും, കഴിഞ്ഞ് മേലോട്ടെത്തിയാൽ മൈനസാ, കയ്യൊക്കെ ഉറച്ച് ഐസാവും. എത്ര ചൂടുള്ള കാലാണെങ്കിലും മേലോട്ടെത്തുന്ന തണുപ്പ് കൂടുതലാണ്. അപ്പം അവിടുന്ന് വരുന്ന സൂര്യപ്രകാശം അവിടെ ചൂടില്ല, അടിയിൽ ചൂടുണ്ടെന്നോ? ഇതെന്താ കഥ? ടോർച്ചടിച്ചാൽ ഇവിടെ വെളിച്ചല്ല അവിടെ വെളിച്ചം കിട്ടുന്നുണ്ടെന്നോ? അതെ, ഈ ഭൂമിയുടെ മുകളിൽ കിടക്കുന്ന, അന്തരീക്ഷത്തിൽ കിടക്കുന്ന ഗ്യാസുകളാണ് ഈ ചൂടിനെ നമുക്ക് നൽകുന്നത്. അത് അല്ലാഹു ഭൂമിൻ്റെ ഈ തൊട്ട് സർഫേസിലാണ് വെച്ചിട്ടുള്ളത്, മേലോട്ട് വെച്ചിട്ടില്ല. ഭൂമിൻ്റെ പുറത്തേക്ക് പോയാൽ ഇരുട്ടാണ്. സൂര്യപ്രകാശം, സൂര്യൻ എപ്പോഴും ഉണ്ടല്ലോ. പക്ഷേ ഭൂമിൻ്റെ ഖിലാഫുൽ ജവ്വി ഏകദേശം ഒരു 85 കിലോമീറ്റർ മേലോട്ട്, ഭൂമിയിൽ നിന്നൊരു 85 കിലോമീറ്റർ അല്ലെങ്കിൽ 100-150 കിലോമീറ്റർ സർഫേസിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ ഖിലാഫുൽ ജവ്വി എന്ന് പറയുന്ന ഭൂമിയുടെ ആ ഒരു അന്തരീക്ഷത്തിൻ്റെ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരുട്ടാണ്. പട്ടാപ്പകലിലും അവിടെ ഇരുട്ട, ഇവിടെ നട്ടുച്ചയാണ്. പ്രകാശം പ്രതിഫലിക്കാനും ചൂട് പ്രസരണമാവാനും കഴിയുന്ന വിധം അന്തരീക്ഷത്തെ അള്ളാഹു സംവിധാനിച്ചത് കൊണ്ടാണ് ഇവിടെ ഈ വെളിച്ചനുഭവിക്കുന്നത്. ആരാതൊക്കെ പടച്ചത്? ഇപ്പം പറയേണ്ടി വരും. ഇനി സയൻസ് പറയും ഇപ്പം ഞങ്ങൾക്ക് തിരിയില്ല, നാളെ സയൻസ് കണ്ടെത്തുകയാണെങ്കിൽ അവർ പറയും എന്ത്? ഖലഖഹുന്നൽ അസീസുൽ അലീം. കൃത്യമായും കാര്യങ്ങൾ അറിയുന്ന, കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുത്തൻ തന്നെയാണ് അതിനെ പടച്ചത് എന്ന് അവർക്ക് പറയേണ്ടി വരും. അതല്ലാഹു പറയിപ്പിക്കും. അള്ളാഹു ഈമാനിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ അഖീദയും നമ്മുടെ ഈമാനും, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, ചെറുപ്പക്കാർ വെറുതെ ഓരോ ഫാൻസി വാക്കുകൾ കേട്ടിട്ട്
ഈമാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി ഒരുതരം സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് അധപ്പതിക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ചിന്താശക്തിയും ബോധവും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ചയും അള്ളാഹുവെ അവർക്കും ഞങ്ങൾക്കും നീ നൽകണമേ തമ്പുരാനെ. ദുആയിരക്കാൻ ഒരുപാട് വസിയത്തുകളുണ്ട്. ദുആയിരക്കാൻ വേണ്ടി ഏൽപ്പിച്ച മുഴുവൻ ആളുകളുടെയും ദുആ വസിയത്തുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഓൺലൈനിലുള്ള ഇപ്പോൾ ഉള്ളവരിന് ശേഷം വരാനുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം, അവരുടെയൊക്കെ ദുആ വസിയത്തുകളുണ്ട്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ, അവർക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നു. അള്ളാഹു പരിപൂർണമായ സലാമത്തും ആഫിയത്തും അള്ളാഹുവെ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി വിളിച്ചു പറഞ്ഞ് അപേക്ഷിച്ച ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹുവെ നീ സഫലമാക്കി കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞങ്ങളുടെ കൂടെ ദാറുൽ ഹുദയിൽ ആദ്യകാല ഞങ്ങളുടെ സുഹൃത്താണ്. പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ദാറുൽ ഹുദയിലെ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പാതി വഴിയിൽ അവർക്ക് നിർത്തി പോകേണ്ടി വന്നു. ചങ്ങരംകുളത്തുള്ള ഞങ്ങളുടെ സുഹൃത്താണ്, അബ്ദുൽ ഗഫൂർ എന്ന് പറയും. ഇവിടെ നിന്ന് റാസൽ ഖൈമയിൽ നിന്നോ മറ്റു നാട്ടിലേക്ക് എത്തിയപ്പോൾ ആക്സിഡൻ്റായിട്ട് 2 കുട്ടികൾ, 8 വയസ്സും 5 വയസ്സുള്ള 2 കുട്ടികൾ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന് തലക്ക് ക്ഷതമേറ്റു, വൈഫിന് കാര്യമായ മുറിവുകളുണ്ടായി. അദ്ദേഹം ചെറിയൊരു പ്രയാസത്തിലാണ്. ആ ആക്സിഡൻറ്റിൻ്റെ ഷോക്കിൽ ഉണ്ടായ ഒരു പ്രയാസം, ഒരു ഫിക്സ് പോലെ ചില സമയത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രത്യേകം ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ നീ അവർക്ക് പരിപൂർണമായ ശിഫ നൽകണേ തമ്പുരാനെ. ആ മരണപ്പെട്ടു പോയ 2 മക്കളെ, കൺകുളിർമയുള്ള 2 മക്കളെ വളർത്തി വലുതാക്കിയ ആ മാതാപിതാക്കളുടെ മനസ്സിലുള്ള തേങ്ങലും സങ്കടവും അല്ലാഹുവേ നീ വലിയ ഹസനാത്തുകളായി മാറ്റി കൊടുക്കണേ റബ്ബേ. നാളെ സ്വർഗത്തിൽ ആ മക്കളെ ചെന്ന് കാണാനും മക്കൾ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കാനുമുള്ള അവസരം നീ നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫൈസൽ കണ്ണഞ്ചേരിയുടെ മാതാവ് ആയിഷ അരിമണിച്ചോല കഴിഞ്ഞ ആഴ്ച അബുദാബിയിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. അല്ലാഹുവേ നീ ആ മഹദിക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. പിന്നെ ഒരാളുടെ മകളുടെ പ്രസവം അടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ നീ സുഖപ്രസവം നൽകണേ തമ്പുരാനെ. ഉമ്മയുടെ ഉപ്പയുടെ ബന്ധുക്കളുടെയൊക്കെ അസുഖങ്ങൾ ശിഫയാകാൻ ദുആയിരക്കാൻ വസിയത്തുണ്ട്. ഫാമിലിയെ ഗൾഫിലേക്ക് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. കുട്ടികൾക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അസുഖത്തിൽ വിഷമിക്കുകയാണ്. അല്ലാഹുവേ നീ പരിപൂർണമായ കാഴ്ച ആ കുട്ടികൾക്ക് നൽകണമേ തമ്പുരാനെ. ഓൺലൈനിലൂടെ ഒരുപാട് പേര് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ അഡ്മിന്മാരെ ആ വിഷയം അറിയിച്ചിട്ടുണ്ട്. അവരൊക്കെ അത് പറ്റുന്ന വിധത്തിൽ എന്നെ അറിയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ എല്ലാവരുടെയും ദുആ വസിയത്തുകൾ മനസ്സിൽ നിയത്ത് ചെയ്തുകൊണ്ടാണ് ദുആയിരക്കുന്നത്. അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ അള്ളാഹു നീ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കാനും പൈശാചിക ചിന്തയിൽ നിന്ന് മുക്തത ഉണ്ടാവാനും ദുആയിരക്കാൻ ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാളുടെ റിക്വസ്റ്റ് ഉണ്ട്. അള്ളാഹു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ, പരസ്പര വിശ്വാസം നൽകട്ടെ. ജോലിയുടെ കാര്യത്തിൽ പ്രയാസങ്ങളുള്ളവരുണ്ട്, ജോലി മതിയാക്കി നാട്ടിലേക്ക് പോകുന്നവരുണ്ട്, ജോലി മറ്റൊന്നിലേക്ക് മാറാൻ വേണ്ടി അതിനിടയിൽ നാട്ടിലേക്ക് പോകുന്നവരുണ്ട്. അള്ളാഹു നാട്ടിൽ ഉള്ളവർ ഇങ്ങോട്ട് വരാൻ പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങളെ അള്ളാഹു നീ വളരെ പെട്ടെന്ന് പരിഹരിക്കണേ തമ്പുരാനെ. എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ ഒഴിവാക്കി കൊടുക്കണേ റബ്ബേ. നമ്മുടെ ക്ലാസ്സുമായി വളരെ സഹകരിക്കുന്ന സുഹൃത്ത് കോവിഡ് പോസിറ്റീവായിട്ട് ക്വാറന്റീനിലാണ്. അള്ളാഹു നീ പരിപൂർണ്ണ ശിഫ നൽകണമേ. അള്ളാഹ് മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനെ. നാളെ സ്കൂളുകളൊക്കെ തുറക്കുകയാണ്, ആരംഭിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ നല്ല പഠനവും നല്ല വിജയവും നല്ല ഇൽമും അദബും അള്ളാഹുവേ നീ നൽകണേ റബ്ബേ. മക്കൾക്ക് വിവാഹം ആലോചിക്കുന്ന ഉപ്പമാരുണ്ട്, ഈ സദസ്സിലുള്ളവരുണ്ട്, ദുആയിരക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്. അവർക്കൊക്കെ ഖൈറായ ബന്ധങ്ങളെ അള്ളാഹു നീ അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മുറാഹിമീനായ റബ്ബേ, ഞങ്ങൾ നിൻ്റെ ഇസ്മുകളെ, നിൻ്റെ വസ്ഫുകളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിക്കുന്നതും നിന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അള്ളാഹുവേ ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കാൻ നിമിത്തമാക്കണമേ അല്ലാഹ്. ആദം നബി അലൈഹിസ്സലാം മുതൽ 1,24,000 പ്രവാചകന്മാർ,
അവരവരുടെ സമൂഹങ്ങളിലേക്ക് നിന്നെ പരിചയപ്പെടുത്താൻ വന്നവരാണ് ഞങ്ങളുടെ ഹബീബായ നബി. ഞങ്ങൾ അവരിൽ അന്തിമ കണ്ണിയാണ്. വിശുദ്ധ ഖുർആൻ നിൻ്റെ വചനമാണ്. നിൻ്റെ മെസ്സേജുകൾ ഖാലിഖായ റബ്ബേ അത് അർഹിക്കുന്ന വിധം ബോധിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ ഇസ്മുകൾ അറിയുന്നതിലൂടെ നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നു. അള്ളാഹുവെ, നിന്നോട് ഇഷ്ടവും നിന്നോട് മഹബ്ബത്തുമുണ്ട്. അള്ളാഹുവേ, ഫഇന്നൻ നുഫൂസ ജുബിലത്ത് അലാ ഹുബ്ബി മൻ അഹ്സന ഇലൈഹ. ഉപകാരം ചെയ്തവരോട് സ്നേഹം തോന്നൽ സ്വാഭാവികമാണ്. നീ ഞങ്ങൾക്ക് തന്ന ഇഹ്സാനുകളെ ഓർക്കാനും അതിന് ശുക്ർ ചെയ്യാനും അതിൽ നിന്നൊക്കെ നിൻ്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, പ്രപഞ്ചത്തിലെ ഓരോ ചെറുതും വലുതുമായ നിൻ്റെ സൃഷ്ടികൾ നിൻ്റെ ഖുദ്റത്താണ് വിളിച്ചോതുന്നത്, നിൻ്റെ കഴിവാണ് വിളിച്ചോതുന്നത്, നിൻ്റെ ഇസ്സത്താണ് വിളിച്ചോതുന്നത്. അള്ളാഹുവേ, അത് യഥേഷ്ടം അറിയാനും പറയാനും നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലാനും ഖൽബ് കൊണ്ട് നിന്നെക്കുറിച്ച് ഓർക്കാനും നിന്നോട് മുഹബ്ബത്ത് ചെയ്യാനും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. അല്ലാഹ് അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ വന്നവരിൽ മനുഷ്യരിൽ നിന്നെക്കുറിച്ച് മനസ്സിലാക്കിയവരിൽ ഏറ്റവും കൂടുതൽ നിന്നെ അറിഞ്ഞവരാണ് ഞങ്ങളുടെ ഹബീബ്. ഹബീബ് നിന്നെ എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഹദീസുകളിൽ നിന്ന് സുന്നത്തിൽ നിന്ന് ധാരാളമായി പഠിച്ചെടുക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ആ ഹബീബിനോട് സ്നേഹം തോന്നിപ്പിക്കണേ റഹ്മാനെ, സ്നേഹം വർദ്ധിപ്പിക്കണമേ അല്ലാഹ്. അവിടുത്തെ മുത്തബഈങ്ങളിൽ, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തേണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ രോഗികളാണ്, പാവങ്ങളാണ്, സാധുക്കളാണ്, ദുർബലരാണ്. ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ, കഴിവ് നൽകണേ, ശക്തി നൽകണമേ അല്ലാഹുവേ. ഞങ്ങളുടെ മനസ്സുകളെ നീ ശാന്തമായ മനസ്സാക്കണേ റബ്ബേ. മനുഷ്യ ശരീരം പോലും മനസ്സുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. രോഗങ്ങൾ പോലും മനസ്സിൻ്റെ വേരിയേഷൻ അനുസരിച്ചാണ് ബോഡി പോലും റിയാക്ട് ചെയ്യുന്നത്. അല്ലാഹുവേ, മുഅ്മിനീങ്ങളുടെ മനസ്സ് ശാന്തമാണ്. ഖുലൂബുഹും മുത്മഇന്ന. ഞങ്ങൾക്കും അത്തരം ശാന്തതയുള്ള ഹൃദയം ഖൽബ് നൽകണമേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങളിൽ കിടക്കുന്നവരുണ്ട് അല്ലാഹുവേ. കടുത്ത പരീക്ഷണങ്ങളിലൂടെ നീങ്ങുന്നവരുണ്ട്. ബാധ്യതകളാൽ പ്രയാസപ്പെടുന്നവരാണ് അല്ലാഹുവേ. എല്ലാവിധ ബാധ്യതകളും നിറവേറാനുള്ള വഴി ഞങ്ങളുടെ മുമ്പിലേക്ക് നീ കൊണ്ടുതരണേ റഹ്മാനെ. കടബാധ്യതയുള്ളവരായി മരണപ്പെടുന്ന ഒരു ദുര്യോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കേണമേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ മശായിഖന്മാർ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, മുഹിബ്ബീങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പ്രായമുള്ള ഉമ്മമാർ, ഉപ്പമാർ, ഞങ്ങളുടെ ദീനുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരോ ദുആ ഇറക്കുന്നവരോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരോ ആയ ആളുകൾ അല്ലാഹുവേ അവരെല്ലാവർക്കും അർഹമർ റഹീമേ നിൻ്റെ ഈമാനിൻ്റെ മധുരം, നിൻ്റെ യഖീനിൻ്റെ മധുരം അറിയാനുള്ള സൗഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നൽകണമേ റബ്ബേ. അർഹമർ റഹീമേ, സർവ്വ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾക്ക്, ലോക മുഅ്മിനീങ്ങൾക്ക് നീ ഈമാനിലും ഇസ്ലാമിലും ഉറച്ചു നിൽക്കാനുള്ള യഖീൻ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ലോക മനുഷ്യർക്ക് നീ സമാധാനം നൽകണേ റബ്ബേ. ലോക രാജ്യങ്ങളിൽ സമാധാനം നൽകണേ റബ്ബേ. സർവ്വ മനുഷ്യർക്കും ഹിദായത്തിൻ്റെ വഴി നീ എളുപ്പമാക്കണേ റഹ്മാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, നിന്നറിയാനാണ് ഈ പ്രപഞ്ചത്തിലേക്ക് വന്നത്. ആ ലക്ഷ്യം സാധ്യമാകാതെ പോകുന്ന ഒരു ദുരവസ്ഥ അല്ലാഹുവേ ഞങ്ങളാർക്കും വരാതെ കാക്കേണമേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, പാൻഡമിക്കിൽ നിന്ന് ലോകരാജ്യങ്ങൾ മുക്തത നേടാനുള്ള പരിശ്രമങ്ങളിലാണ്, അധ്വാനങ്ങളിലാണ്. ഏതൊരു രോഗത്തിനും മരുന്ന് നീ ഇറക്കിയിട്ടുണ്ടെന്ന് നീ തന്നെ പഠിപ്പിച്ചുവല്ലോ അല്ലാഹുവേ. പാൻഡമിക്കിന് മരുന്ന് വാക്സിനുകളായും അല്ലാതെയും നൽകിക്കൊണ്ടിരിക്കുന്നതിന് അല്ലാഹുവേ നീ ഷിഫാഇൻ്റെ കാരണം അതിൽ വെക്കണേ റഹ്മാനെ. മോചനങ്ങൾ നൽകണേ റബ്ബേ. രോഗികൾക്ക് വേണ്ടി നാടുകളും രാജ്യങ്ങളും സംഘടനകളും ചെയ്യുന്ന സേവനങ്ങൾ അല്ലാഹുവേ പരലോകത്ത് ഉപകാരപ്പെടുന്ന നന്മകളായി അതിലെ വിശ്വാസികൾക്ക് നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അല്ലാത്തവർക്ക് ദുന്യാവിൽ അതിന് പ്രതിഫലം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ രാജ്യത്തെ നീ സുരക്ഷിതമാക്കണേ അല്ലാഹ്. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും നൽകണേ റബ്ബേ. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوان
إخوانهما شيوخ الإمارات الذين انتقلوا إلى رحمتك اللهم افض عليهم من رحماتك ومغفرتك ورضوانك يا رب العالمين. اللهم أيد رئيس الدولة بتأييدك الخاص. اللهم ألبسه لباس العافية. اللهم احفظه من كل مكروه وسائر حكام الإمارات وسائر المقيمين والمواطنين لهذا البلد يا رب العالمين. اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഞങ്ങൾക്ക് മരണമാസന്നമാകുന്നത് ഈമാനിലും തഖ്വയിലുമാക്കണേ റബ്ബേ. ഒരു അമല് സ്വാലിഹ് ചെയ്തുകൊണ്ടിരിക്കണമേ റബ്ബേ. ഒരു നല്ല സമയത്തും ദിവസത്തിലുമാക്കണേ റബ്ബേ. നിന്റെ ലിഖാഇനെ നിന്നെ കണ്ടുമുട്ടാൻ കൊതിക്കുന്ന മനസ്സുമായി ഈ ലോകത്തോട് യാത്ര പറയുന്ന സന്തുഷ്ടരായ മുഅ്മിനീങ്ങളിൽ അല്ലാഹുവേ സാധുക്കളും പാപികളുമായ ഞങ്ങളെ നീ ചേർത്തേണമേ റഹ്മാനെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൗള ഷരീഫിൻ്റെ അരികത്ത് ചെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനുള്ള അവസരങ്ങൾ അല്ലാഹുവേ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവിടങ്ങളിലെത്താനും വിശുദ്ധമായ കഅബാലയം കണ്ണ് നിറയെ കാണാനും ഉംറ ചെയ്യാനും സിയാറത്ത് ചെയ്യാനും ഹറമുകൾ നിസ്കരിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള ഭാഗ്യം അല്ലാഹുവേ ഇനിയും വൈകാതെ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കുവാനും നിന്റെ പുണ്യസ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ദുആക്ക് ഉത്തരം കിട്ടാനും അത് നിമിത്തമാണ് റബ്ബേ. ഞങ്ങൾക്കത് അനിവാര്യമാണ്. ഞങ്ങളുടെ ഈമാനിനെ പിടിച്ചു നിർത്താൻ സജ്ജനങ്ങളുടെ സ്വഹ്ബത്ത് വേണം. സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യണം. നിന്റെ ഹറമുകളെ സിയാറത്ത് ചെയ്യണം. നിന്റെ പരിശുദ്ധമായ മശാഇറുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ തൗഫീഖ് നൽകണമേ അല്ലാഹ്. അർഹമർ റഹീമേ, ആരെല്ലാം ദുആ ഇറക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടോ, ആരെല്ലാം ദുആ ഇറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് അറിയിക്കാൻ കഴിയാതെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ, അല്ലാഹുവേ കിഡ്നിക്ക് അസുഖമായിട്ട് പ്രയാസപ്പെടുന്നവർ, ഹാർട്ട് വിഷയങ്ങൾ ഉള്ളവർ, കോവിഡിൻ്റെ പ്രയാസങ്ങൾ കിടക്കുന്ന രോഗികൾ, ക്യാൻസർ പിടിച്ചവർ തുടങ്ങി ഒരുപാട് അപേക്ഷകളുണ്ടല്ലോ. എല്ലാം നിന്റെ ഹദറത്തിലേക്ക് വെക്കുകയാണ്. ശുപാർശ ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ ശുപാർശ നീ സ്വീകരിക്കുമല്ലോ. അല്ലാഹുവേ അല്ലാഹുമ്മ ശഫ്ഇനാ ഫീഹിം യാ റബ്ബൽ ആലമീൻ. ആമീൻ برحمتك يا أرحم الراحمين.